وقال النبي محمد صلى الله عليه وآله وصحبه وسلم الجنة تحت أقدام الأمهات. وفي الحديث أيضا قال النبي صلى الله عليه وسلم من يضمن لي ما بين لحييه وما بين رجليه أضمن له الجنة. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹ് يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. മനോഹരമായ ഒരു വിഷയം. അതിന്റെ കൃത്യമായി ഓരോ ദിവസങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലും മനോഹരമായ വിഷയങ്ങൾ. എത്രമേൽ പുണ്യം സ്വീകരിക്കാൻ അല്ലാഹുവിൽ നിന്ന് നമുക്ക് സാധിക്കുന്നുവോ അത്രമേൽ പുണ്യം സ്വീകരിക്കാൻ അവസരം ആധുനിക യുഗത്തിൽ നമുക്ക് സാധ്യമാകുന്ന സുവർണാദിനങ്ങൾ. പുഷ്പാർക്കമറിയോ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു മനോഹരം. സന്തോഷമാവണം നമ്മുടെ ജീവിതം, നമ്മുടെ ദിനങ്ങൾ. ഇതിനാണ് ഈ പേര് മാത്രം പോരാ. എങ്ങനെ നമുക്ക് സന്തോഷമാക്കാം? കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഓരോ ഉസ്താദുമാർ നമുക്ക് ക്ലാസ് എടുത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രസ്തുത മീഡിയയിലൂടെ കേൾക്കുന്ന വിഷയം തന്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്നത് നമ്മളൊക്കെ സ്വീകരിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള വിഘ്നങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചുവെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നതിന്റെ ഫലമായി അല്ലാഹു എല്ലാം പുറത്തു തരുമാറാവട്ടെ. നമുക്കൊരു ലക്ഷ്യമാണുള്ളത്, ആത്മീയമായ ഉണർവ്. അതോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടണം. അവിടെ ഇതിനേക്കാൾ പുഷ്പാക്കുമല്ലയോ എപ്പോഴും ആ സ്വർഗീയാനുരാഗത്തിന്റെ മഹിത ചരിതങ്ങൾ കേൾക്കുമ്പോഴൊക്കെയും മനസ്സ് ലാളിത്യം കൊണ്ടും സ്നേഹം കൊണ്ടും പുളകിതമാവാത്ത ഒരു മുഅ്മിനും ഉണ്ടാവില്ല. അത്രമേൽ പുണ്യമാണവിടെ, അത്രമേൽ സുഭിക്ഷമാണവിടെ, അത്രമേൽ അനുഗ്രഹീതമാണവിടെ. അവിടെ ലക്ഷ്യം വെക്കുക. അതിനാണ് ആത്മീയ മോക്ഷം എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മൾ പ്രവേശിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം കൈവരിക്കാൻ സാധ്യമാകുക എന്ന് പറയുന്നത്. ആ മോക്ഷത്തിലേക്ക്, വിജയത്തിലേക്ക്, എല്ലാറ്റിനും ഉപരി നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ അണ്ടകടാഹത്തിന്റെ സർവാധിപനായ അല്ലാഹു, ആ അല്ലാഹുവിന്റെ ലിഖാ കാണുക. ഭൂമിയിൽ ആരാധനകളെ കൊണ്ട് അനുഗ്രഹീതമായ മഹൽ വ്യക്തിത്വങ്ങളൊക്കെ ഈ ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖാ കാണാൻ വേണ്ടിയിട്ട് സർവസ്വവും ത്യജിച്ച എത്രയെത്ര മനോമഹിതമായ ചരിതങ്ങളാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയത്. നാം ഓർക്കുന്നുണ്ടാവാം മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. പറഞ്ഞു വരുന്നത് ബുഷ്റാക്കുമല്ലയോ, നമ്മുടെ ജീവിതം സംതൃപ്തമാവണം. എങ്ങനെ നമുക്ക് സംതൃപ്തമാക്കാം?
വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഞാൻ ആദ്യമായിട്ടായിരിക്കാം ബൈലക്സിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. വേദികളൊന്നും അഭിമുഖീകരിച്ച പരിചയക്കുറവ് എനിക്കുണ്ട്. ഏതെങ്കിലും രൂപത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവസാനം ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം, തിരുത്തി തരാം. ഏതെങ്കിലും രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനതയിലോ മറ്റോ എന്തെങ്കിലും വ്യക്തിപരമായ ഹത്യ സംഭവിച്ചുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന ആമുഖം ഞാൻ ഉണർത്തുകയാണ്. അതോടൊപ്പം പലപ്പോഴും പല വേദികളിൽ വെച്ച് പല റൂമുകളിലൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ ജോലി തിരക്കുകൾക്കിടയിൽ പല റൂമുകളിൽ ചെല്ലുന്ന സമയത്ത് ബൈലക്സിനെ കുറിച്ച് ബൈലക്സിലെ ക്ലാസ്സുകൾക്ക് നമ്മുടെ സുഹൃത്തിന്റെ റൂമിൽ വെച്ച് ജുബൈറിന്റെ അദ്ദേഹം എപ്പോഴും ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ച് പലപ്പോഴും കേൾക്കാറുണ്ട്. വിശിഷ്യ നമ്മുടെ ബഹുമാന്യനായ ഇസ്മായിലിന്റെ റൂമിൽ വെച്ചുകൊണ്ട് പലപ്പോഴും റൂമിൽ വെച്ച് നടന്നതിന്റെ സംഭവങ്ങൾ എന്നോട് പലപ്പോഴും അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതും എനിക്ക് എന്റെ ഡ്യൂട്ടിയുടെയും റൂമിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് കേൾക്കാൻ സ്വയം അത് തിട്ടപ്പെടുത്താൻ സാധ്യമാവാത്ത ചില പ്രശ്നങ്ങളുള്ളതിനാൽ അതിൽ നിന്ന് ഞാൻ താൽക്കാലിക ഇങ്ങനെ വിട്ടുനിൽക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്ത് അതുമായി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നൊരു നല്ല കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കപ്പുറം കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനവികതയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ, സ്നേഹം നിലനിർത്താൻ വേണ്ടി പല വിധേനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കേൾക്കണം. അതിന് ജാതിയോ മതമോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രമേൽ പുണ്യമുള്ളൊരു വിഷയം. പുഷ്പാക്കുമുള്ളിയോ എൻജോയ് എൻജോയ് എൻജോയ്. ഈ ആധുനിക കാലഘട്ടം 21ാം നൂറ്റാണ്ട് നിങ്ങളെല്ലാം ഉപേക്ഷിക്കൂ, പരമാവധി കുടിക്കൂ, തിന്നൂ, മറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുക്കൂ എന്നല്ല എക്യുപ്യൂറിയൻ സിദ്ധാന്തം നമുക്കിന് പറയും. എക്യുപ്യൂറിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുക, അഥവാ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഇവിടെയും നമ്മൾ പറയുന്നില്ല എൻജോയ് ചെയ്യൂ, പുഷ്പാക്കുന്നില്ല. പക്ഷെ നമ്മൾ വിഭാവനം ചെയ്യുന്ന എൻജോയും ആധുനിക യുഗം, ആധുനിക ലോകവും മീഡിയകളും വിഭാവനം ചെയ്യുന്ന എൻജോയവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. നമ്മുടെ ഈ സന്തോഷം നമ്മൾ ആസ്വദിക്കുന്നത് അത് നാളെ മഹ്ശറിൽ ഉപകാരപ്പെടും വിധമായിരിക്കണമെന്ന്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം വരുന്ന സമയത്ത് അവിടെ നിന്ന് അടിപതറാതെ ഒരു കുലുക്കവുമില്ലാതെ ഉത്തരം പറയുന്ന രൂപത്തിലുള്ള ആസ്വാദനായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജീവിതത്തിൽ ആസ്വദിക്കുകയും ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടില്ല എത്രയോ തവണ. നബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും സഹാബാക്കള് പുഞ്ചിരി കൊണ്ട് നബിയെ പുൽകുന്നത് കണ്ടിട്ടില്ലേ? എത്രയോ വ്യസനമുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ കഷ്ടപ്പാടുകളുടെ കൂഭാരമായിട്ട് ഭാണ്ഡമായിട്ട് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത്, വന്നിട്ട് നിൽക്കുന്ന സമയത്ത് നബിയുടെ മുഖം കണ്ട മാത്രയിൽ സന്തോഷത്തോടുകൂടെ തിരിച്ചുപോയി താൻ നബിയെ കണ്ടതിലാണ് ഈ സന്തോഷം എനിക്ക് കിട്ടിയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആർജിച്ചെടുക്കാൻ സാധിച്ചുവെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മുഖം മാത്രം പോരെ സന്തോഷിക്കാനുള്ളത്. അത്രമേൽ പുണ്യം, അത്രമേൽ അനുഗ്രഹീതം. പക്ഷേ ഞാനിങ്ങനെ ഒരു വിഷയം പറഞ്ഞു ഇസ്മായിലിന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള കാരണം, ചിലപ്പോഴൊക്കെ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഗൾഫിൽ ഇങ്ങനെ പ്രവാസികളായിട്ട് ജീവിക്കുമ്പോൾ ചില സുഹൃത്തുക്കളുടെയൊക്കെ അടുക്കലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ അവരുടെയൊക്കെ വീടുകളിലെ അതോടൊപ്പം എൻ്റെ റൂമിലെ റൂംമേറ്റ്സിന്റെ ഒക്കെ ഓരോ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അവരോടൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ മുസ്ലിമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ആ കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം കൊടുക്കുകയാണെങ്കിൽ
ഇയാള് ഈ കംപ്ലൈന്റ് പറയുന്ന, ഈ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ചിട്ട് അവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും, അവിടെ ഇങ്ങനെ നിനക്ക് ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ എന്ന് ഭാര്യയോടോ മക്കളോടോ ഉമ്മയോടോ ഉപ്പയോടോ സഹോദരങ്ങളോടോ ഷെയർ ചെയ്യുന്നത്, ഇദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് അതിനൊരു ഒരു സൊല്യൂഷൻ എഴുതി തയ്യാറാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവരമുള്ള ആളുകളോട് ചോദിച്ചിട്ടോ അതിനൊരു സൊല്യൂഷൻ ചെയ്തതിന് ശേഷം എഴുതി തയ്യാറാക്കിയ ഒരു മാറ്റർ ചെയ്തിട്ടാണ് താൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ 1 മണിക്കൂർ നീണ്ട വിളി അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ പരിഹരിക്കാൻ സാധ്യമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിഷയം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ഫലവത്താവും നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്കെന്നാണ്. ആദ്യം എന്നോടാണ് ഞാൻ എന്ത് നിങ്ങളോട് ഉപദേശിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും അതൊക്കെ ആദ്യം എന്നോട് തന്നെയാണ്. 99.3% എന്നോട് പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളോടുണ്ടാവുള്ളൂ. കാരണം ബുഷ്റാക്കുമുൽ യൗം എന്ന ഈ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയം അനുഗ്രഹീതമായി തന്നെ ചലിപ്പിക്കാൻ ഇന്നെന്നെ നിയോഗിക്കപ്പെട്ടപ്പം ഞാനത് പറയുന്നു എന്ന് മാത്രം. ഒരിക്കലും ഒരു കമാൻഡ് പവറോടുകൂടെ അല്ല എന്നർത്ഥം. കൂട്ടത്തില് നമ്മുടെ അഭിമന്യനായ ഉസ്താദ് നൂർ ഫൈസി അവറുകൾ എന്നെ ക്ഷണിക്കും മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് സുഗന്ധാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാവട്ടെ, ആരോഗ്യം നൽകുമാറാവട്ടെ. ബൈലക്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് മുതൽ ഒരർത്ഥത്തിൽ ജിഹ്ഫയിലൂടെ സമരം നടത്തുന്ന ഒരു വലിയ മഹാമനീഷിയാണ് അദ്ദേഹം എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. നേരിൽ കണ്ടിട്ടില്ല. ഒരു സംസ്ഥയുടെ, ഒരു കേരളത്തിലെ, അതല്ല ഇന്ത്യയുടെ, അല്ല ലോകത്തെ തന്നെ എന്നെ പറയാം, പേരിൽ ഒത്തിരി ചുരുക്കമുണ്ടെങ്കിലും വിശാലമായ കാഴ്ചപ്പാടുള്ള സമസ്ത ജംഇയ്യത്തുൽ ഉലമായുടെ അണ്ടറിൽ അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്ന KICR എന്ന ഈ ചാനലിൽ ഒരു ജിഹ്ഫയായിട്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും വന്ന് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന, ദീനിനു വേണ്ടി നമ്മോട് സംവദിക്കുന്ന, ദീനിനു വേണ്ടി നമ്മോട് സംസാരിക്കുന്ന ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ലദുന്നിയായി വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അതൊരു വല്ലാത്ത കഴിവാണ്. ആർജിച്ചെടുക്കുന്ന സമയങ്ങളിൽ ഒരുപാട് ആർജിതം നമ്മൾ നടക്കുമ്പോൾ, ഒരുപാട് പ്രവൃത്തികളിലൂടെ, കർമ്മങ്ങളിലൂടെ, ക്രിയകളിലൂടെ, ഒരുപാട് സമയങ്ങളിൽ രാത്രിയോ പകലോ എന്നില്ലാതെ ഒഴുകിയിരിക്കുന്ന കിതാബുകളിലൂടെ നേടിയെടുക്കുന്ന ഇൽമുകൾ, ആ ഇൽമു നേടിയെടുത്ത് പിന്നീട് ആ ചർവിത ചർവണങ്ങൾ ഒരുപക്ഷെ നിമിഷങ്ങളെ കൊണ്ട് വന്നു വീഴുന്ന, എവിടെ നിന്നോ എത്തിപ്പെടുന്ന ഇൽമിന്റെ ഒരു വലിയ സാഗരം തന്നെ വരാം. അതിനാണ് തുന്നി എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത അനുഗ്രഹം. അല്ലാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. കാരണം സമസ്തയ്ക്ക് വേണ്ടി, അതിന് വരുന്ന എതിർപ്പുകൾക്ക് വേണ്ടി ഹക്കിനോട് സമർത്ഥിക്കുന്ന ആ വലിയ നാക്കിന് ശക്തി നൽകുമ്പോൾ ഈ ശക്തി നൽകും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു. മറന്നുപോയതായിരുന്നു, തുടക്കത്തിൽ പറയണം, പ്രാർത്ഥിക്കണം എന്ന് കരുതിയത് ആ സുഖം കേട്ടപ്പോൾ തന്നെ. വല്ലാത്ത ഒരു വ്യസനം കേട്ടപ്പോൾ അല്ലാഹു ശക്തി നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വീടാണ് നന്നാവേണ്ടത്, നമ്മുടെ മക്കളാണ് നന്നാവേണ്ടത്, നമ്മുടെ കുടുംബമാണ് നന്നാവേണ്ടത്, നമ്മുടെ സുഹൃബന്ധങ്ങളാണ് നന്നാവേണ്ടത്, നമ്മുടെ അയൽവാസിയും നമ്മുടെ സഹോദരങ്ങളും സഹോദരികളും എന്ന് വേണ്ട നാമുമായി ബന്ധപ്പെട്ട രക്തബന്ധമോ അല്ലാത്ത ബന്ധമോ ബന്ധുക്കാരോ കുടുംബക്കാരോ ആളുകളാണ് നന്നാവേണ്ടത്. വ്യക്തി നന്നാകുന്നു, കുടുംബം നന്നാകുന്നു, ആ ഏരിയ നന്നാവുന്നു, ആ മഹല്ല നന്നാവുന്നു, ആ പഞ്ചായത്ത് നന്നാവുന്നു, ആ നാട് തന്നെ നന്നാവുന്നു, ആ സമൂഹം തന്നെ നന്നാവുന്നു. എത്ര മനോഹരമായ സിദ്ധാന്തം, എത്ര മനോഹരാതി കേൾക്കുന്നത്. പുഷ്പാക്കുമൂല്യവും പുഷ്പാക്കുമൂല്യവും മസ്നബിയുടെ പാട്ടുണ്ട്.
വിശ്വാസമൂല്യം. എത്ര മനോഹരം, കേൾക്കുമ്പോൾ തന്നെ എന്തൊരു മനോഹരമാണ്. ഈ നന്നാവണം, ഈ നന്നാവുക എന്നത് ഞാൻ ഒരു പ്ലാൻ ചെയ്യുന്നു. ആദ്യമായിട്ട് ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കി, അതിനൊരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയും അല്ലെങ്കിൽ ഒരു ചെയർമാനോ കൺവീനറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലൊന്നുമില്ല, വലിയ. എന്നിട്ട് അവിടെ ഞാൻ പ്ലാൻ ചെയ്യാണ്, ഇന്ന പ്രദേശം അളന്നല്ലോ നന്നാവണം. നന്നാവില്ല എന്ന് ഞാൻ കമാൻഡ് പവറോടുകൂടെ അവിടെ പിന്നെ ഇതൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ ആളുകളെ അങ്ങനെ നിർബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് നന്നാവുന്ന കേസല്ല. ഒരു ഒരു വിഷയത്തിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ തുടക്കം വേണ്ടത് ഒരിക്കലും ആ തലയിൽ നിന്നല്ല. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളിൽ ഞാൻ പലപ്പോഴും വായിക്കുമ്പോഴൊക്കെ, നമ്മളിപ്പോ ഈ സമകാലിക പ്രശ്നത്തിലെ ഒരു വിഷയം എന്ന നിലയിൽ ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പരിചയപ്പെടുത്തൽ ഒരു 2 സെക്കൻഡ്. സ്വരാജ് എന്ന പുസ്തകം ഞാൻ വായിച്ച കൂട്ടത്തിൽ അദ്ദേഹം പങ്കുവെച്ചൊരു കാര്യം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി പങ്കുവെച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു പദ്ധതി ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ, ആ പദ്ധതി ആവിഷ്കരിക്കുന്നത് പാർലമെന്റിൽ നിന്നും തീരുമാനിക്കുന്നു. ഇപ്പൊ ലോകം ഏറ്റുമുട്ടാൻ പോകുന്നത് ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇനി ലോകത്തൊരു സമരം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ വെള്ളം പരമാവധി എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഈ ലാസ്റ്റ് പാർലമെന്റ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അത്ര പദ്ധതി ഓരോ പ്രദേശത്തും അവനവനില് ആ പ്രദേശത്ത് ലഭിക്കുന്ന വെള്ളം പരമാവധി സമാഹരിക്കുക. അങ്ങനെ അതിന് വേണ്ട ഫണ്ട് മാറ്റിവെച്ചു. ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അതിന്റെ വിഹിതങ്ങൾ വിതരണം ചെയ്തു. ഓരോ പ്രദേശത്തെയും ആളുകളെ വിളിച്ചുകൂട്ടി അവിടുത്തെ ഉത്തരവാദപ്പെട്ട മുകളിലുള്ള ആളുകൾ അത് ഉത്ബോധിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉത്ബോധിപ്പിച്ച ഒരു സദസ്സിൽ വെച്ച് കുറെ ആളുകൾ ഇങ്ങനെ ചിരിക്കുക. ശ്രദ്ധിക്കണേ, കുറെ ആളുകൾ ചിരിക്കുകയാണ്. ഉത്ബോധനം കഴിഞ്ഞ് ഉത്ബോധനം കൊടുക്കുന്ന നല്ലൊരു ട്യൂട്ടർ അയാളുടെ ഉത്ബോധനം എങ്ങനെ സമാഹരിക്കാം, മഴവെള്ളം മറ്റു വെള്ളങ്ങളൊക്കെ സമാഹരിച്ച് എങ്ങനെ നമുക്ക് ക്രിയാവിക്രയം ചെയ്യാം, പരമാവധി യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞ് സദസ്സിൽ നിന്ന് ഇരുന്നപ്പോൾ ഈ ശ്രോതാക്കളിൽ നിന്ന് ഒരാള് അവിടെ എണീറ്റ് ചെന്നിട്ട് ഒരു അവസരം ചോദിച്ചു വാങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ പ്രശ്നം വെള്ളമില്ലായ്മയല്ല. ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ പ്രശ്നം മഴ പെയ്തിട്ട് വെള്ളം കൂടിയിട്ട് ഈ നാട്ടിൽ നിന്ന് വെള്ളം എങ്ങനെ ഇവിടുന്ന് തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിവാക്കാം, എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇപ്പോൾ തൽക്കാലം ജീവിക്കാന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ, നന്മയിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുമ്പോൾ, അതാ ഒരു പ്രദേശത്തിന്റെ, ഒരു നാടിന്റെ, ഒരു സമൂഹത്തിന്റെ മനോസ്ഥിതി ആ പ്രാദേശികമായ മണ്ഡലങ്ങളൊക്കെ എങ്ങനെ എന്ന് ചിന്തിച്ചതിന് ശേഷമായിരിക്കണം എന്നർത്ഥം. ഇത് ഞാൻ ആ വായിച്ചതിന് ശേഷം ദുഷ്പ്രാപ്യമലിയോ എന്നതിലേക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നതാണെന്ന വിഷയം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, പറഞ്ഞു വരുന്ന ശ്രദ്ധിക്കണേ, ഞാൻ ചിന്തിച്ചു, നമ്മൾ ഒരു കുടുംബത്തിന് പല പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളിൽ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ താൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രമേ തന്റെ കുടുംബത്തിൽ നടപ്പിൽ വരാൻ പറ്റൂ, അല്ലാത്തവയൊന്നും പാടില്ല എന്നാണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല. അതല്ല, മകന്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന, മാതാവിന്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന, പിതാവിന്റെ പ്രശ്നം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു നല്ല കൺട്രോളറാണ് ആ വീടിന്റെ കൺട്രോളെങ്കിൽ, ആ വീടിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എത്ര മനോഹരായിട്ട് ആ പദ്ധതി അവിടെ നടപ്പിൽ വരുത്താൻ പറ്റുമെന്ന് ഞാനിങ്ങൾ ആലോചിച്ചു. വിശ്വാസമുള്ളിയോ മനോഹരം. ഞാനൊരു കഥ പറയട്ടെ, നിങ്ങൾക്ക് ഓർമ്മയിൽ വന്ന ഒരു മകൾക്ക് അമ്മായിയമ്മയോട് വല്ലാത്ത വെറുപ്പായിരുന്നു, വല്ലാത്ത വെറുപ്പ്.
അമ്മായിയമ്മ തീരുമാനിച്ചു, സോറി, മകള് തീരുമാനിച്ചു, പിന്നെ മരുമകൾ മകന്റെ ഭാര്യ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും അമ്മായിമ്മയെ ഇല്ലായ്മ ചെയ്താൽ തന്നെ എനിക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ, മകനിൽ നിന്ന് കിട്ടാവുന്ന, എന്റെ ഭർത്താവിൽ നിന്ന് കിട്ടാവുന്ന അത്ര സന്തോഷം കിട്ടുകയുള്ളൂ, അമ്മായിമ്മ ഉണ്ടാവുന്ന കാലത്തോളം എനിക്കത് പ്രതീക്ഷിക്കണ്ട, എന്റെ ലൈഫ് തന്നെ പരാജയമാണ്, എൻജോയ് ഇല്ല, ട്രീറ്റ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരാതികള് അവളുടെ മനസ്സിലിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഉത്ഭവിച്ചു വന്നു. പക്ഷെ അമ്മായിമ്മ ഒത്തിരി എതിരാണെങ്കിലും, കുറച്ച് കഷ്ടാണെങ്കിലും, സ്ട്രോങ് ആണെങ്കിലും, അമ്മോഷ അഥവാ ഭർത്താവിന്റെ പിതാവ് കുഴപ്പമില്ല, സപ്പോർട്ടിംഗ് ആണ്. കാരണം ഏകദേശം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മൈൻഡുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അമ്മായിമ്മയോട് പറഞ്ഞു, മരുമകള് അദ്ദേഹത്തോട് പങ്കുവെച്ചു തന്റെ പ്രശ്നം, തന്റെ ഇഷ്യൂസ്. എനിക്ക് അമ്മായിമ്മയോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് താൽക്കാലികമായിട്ട് അവരില്ലായ്മ ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുള്ള എന്തെങ്കിലും ഹെൽപ്പ് ആച്ച അല്ലെങ്കിൽ ഉപ്പ നിങ്ങൾ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. അപ്പം അപ്പൻ സഹായം നൽകി. എന്താ സഹായം? വളരെ ടെക്നിക്കലാണ്. ഘട്ടം ഘട്ടമായിട്ട് അമ്മായിമാനെ കൊല്ലാനുള്ള നിർദ്ദേശം നൽകി. ഘട്ടം ഘട്ടമായിട്ട് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കൊല്ലാൻ, മരുമകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടി തയ്യാറാവുകയാണ് ആര്? അമ്മോഷാക്ക. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മെഡിസിനും പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു ഡിമാൻഡ് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഡിമാൻഡ് വെച്ച് പെട്ടെന്ന് കൊല്ലാൻ പാടില്ല, സാവധാനം സ്നേഹം അഭിനയിച്ചായിരിക്കണം കൊല്ലേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു കൺട്രോളർ എങ്ങനെയായിരിക്കണം, ഒരു കുടുംബത്തിൽ എങ്ങനെ സന്തോഷം ഉണ്ടാക്കിയിരിക്കണം, അതിനുവേണ്ടി എങ്ങനെ നമുക്ക് ഈ കഥയെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നിങ്ങൾ അതിൽ നിന്നൊരു പാഠം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടങ്ങട്ടെ. സാവധാനം കൊല്ലണം, പെട്ടെന്നായിരിക്കരുത് എന്ന് പറയുകയും അതിനൊരു മെഡിസിൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ അമ്മായിമാർക്ക് അസുഖമാണെന്ന് വരുത്തുന്ന രൂപത്തിലുള്ള ചില ക്രിയകൾ ചെയ്ത് അടുത്ത ദിവസം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ മെഡിസിൻ കൊണ്ടുപോയി ജസ്റ്റ് കാണിച്ചു കൊടുത്തു. ഈ മെഡിസിൻ വാങ്ങിക്കൊണ്ടുവന്ന് ആളുടെ അടുത്ത് കൊടുത്തു, മകളുടെ അടുത്ത് കൊടുത്തു. ഇനി എന്റെ ശരിക്കും നന്നായിട്ട് എപ്പോഴും ഉമ്മാക്ക് ടൈം പറഞ്ഞു കൊടുത്ത് ഈ മെഡിസിൻ, ഈ ക്യാപ്സ്യൂൾ കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മരുമകൾ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായിമാരുടെ ശല്യമൊക്കെ തീരാൻ പോവുകയാണ്. അതിന് ശേഷം ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്, നല്ല ലൈഫാണ്, എൻജോയ്മെന്റ് ആണെന്നുള്ള സന്തോഷത്തോടു കൂടെ പരമാവധി സ്നേഹം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ വെള്ളം ചൂടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടാവില്ല, മീൻ നന്നാക്കാൻ പറഞ്ഞാൽ സപ്പോർട്ടില്ല. അലക്കുന്ന സമയത്ത് പറഞ്ഞു, മോളെ ആ മോട്ടറൊന്ന് പോയി ഈ ഒന്ന് ഓഫാക്കിയിട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫാക്കി കൊടുത്തൂടെ, ഞാൻ തന്നെ ഇവിടുന്നാണ് പോയിട്ട് വേണോ? അറ്റാക്കിങ്ങിലായിരുന്ന ആള് ഇതുവരെ എന്തായിരുന്നത്, മറുപടി പറഞ്ഞിരുന്നത്. ഇപ്പൊ മാറി. ഇപ്പൊ ഇങ്ങനെ അഥവാ കഷ്ടകാലത്തിന് അമ്മായിമ്മ വിളിച്ചു പറയും, മോളെ ഈ ഒരു കാര്യം ചെയ്യ്, ഇന്ന് പോണ്ട, നിന്റെ വീട്ടിലേക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ആള് വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണെങ്കിൽ വളരെ സന്തോഷമായി. കുഴപ്പമില്ല ഉമ്മ, ഞാനെന്താവാ അവര് വന്നിട്ടേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഉമ്മ ഒറ്റക്കായി കഴിഞ്ഞാൽ ഉമ്മാക്ക് പ്രശ്നമല്ലേ, ജോലി കൂടൂലേ, ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിക്കോ, അതൊരു വിഷയമാവുള്ളൂ. അങ്ങനെ വളരെ സപ്പോർട്ടിങ്, സ്നേഹത്തോടുകൂടെ സംസാരിക്കുള്ളൂ. ഇത് നിരന്തരം കഴിഞ്ഞു. തിരിച്ച് ഈ മരുമകളുടെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ സ്യൂട്ടായി നല്ല റാഹത്തായി കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മാക്കും തന്നെ ഒരു സന്തോഷം. എന്റെ മരുമാക്ക് എന്ത് പറ്റി, എന്തോ ഒരു മാറ്റമുണ്ട്. തിരിച്ചു പറയാം, മോളെ ഈ മോട്ടർ ഓഫാക്ക്, ഉമ്മ ഇവിടെ ചെറിയ പണിയിലാണ്, ഇത് രസമുണ്ട്. ഇത് കേൾക്കും. അങ്ങനെ ദിവസവും ഗുളിക കൊടുക്കും, നല്ല സ്നേഹത്തോട് കൊടുക്കും, പെരുമാറുകയും ചെയ്യും. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. സത്യത്തിൽ ശ്രദ്ധിക്കണേ, അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ ഈ ഇടപെടൽ മറ്റാരേക്കാളും എനിക്ക് എന്റെ പ്രിയപ്പെട്ട മരുമകൾ ഉണ്ടായിരിക്കണേ എന്റെ ജീവിതകാലം എന്ന് ആശിച്ചു പോകുമാ ഈ അമ്മായിയമ്മ വളർന്നുപോയി. അതിനേക്കാൾ ഉപരി
പടച്ച തമ്പുരാനെ ഇത്രയും സ്നേഹമുള്ള എന്റെ ഉമ്മയേക്കാൾ ഉപരി സ്നേഹം തന്റെ അമ്മായിമ്മ എന്നോട് പ്രകടിപ്പിക്കുന്നുവോ? എനിക്ക് എല്ലാറ്റിനും സപ്പോർട്ടാണല്ലോ. എന്തൊരു നല്ല അമ്മായിമ്മ. എനിക്ക് എന്റെ ഈ അമ്മായിമ്മ ഒരു കാരണവശാലും നശിച്ചു പോകരുത്, എന്റെ അമ്മായിമ്മ ഒരു കാരണവശാലും മരണപ്പെട്ടു പോകരുത്, എനിക്ക് എന്റെ അമ്മായിമ്മയെ എന്റെ മരണ വരെ എനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. ആര്? ഈ മരുമകൾ. സ്വാഭാവികമായിട്ടും ഹിഡൻ അജണ്ടയോടുകൂടെ നടപ്പിൽ വരുത്തുന്ന ഈ പദ്ധതിയുടെ വ്യസനം ഭർത്താവിനോട് പറഞ്ഞു, അമ്മോഷാക്കയോട് പോയി പറഞ്ഞു കൊടുത്തു, ഉപ്പ ഉപ്പ എന്റെ ഉമ്മ എനിക്ക് കൈവിട്ട് പോകുമോ എന്ന ഭയമുണ്ട്, എനിക്ക് എന്റെ ഉമ്മയെ വേണം, എന്റെ ഉമ്മ മരിക്കരുത്. എനിക്ക് ഈ ഭൂമി ലോകത്ത് സ്നേഹം ഏറ്റവും കൂടുതൽ ലഭിച്ചതൊരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഉപ്പയോട് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഗൗരവത്തോടുകൂടെ നോക്കി. നീ എന്തായി പറയുന്നത്? 6 മാസക്കാലായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ വളരെ രഹസ്യമായിട്ട് കൊല്ലാൻ വേണ്ടി കൊടുത്ത് എന്റെ ഭാര്യയുടെ പല അവയവങ്ങളും ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കൊല്ലരുതെന്ന് പറഞ്ഞാൽ പകുതി മരുന്നും കൊടുത്ത് ഇപ്പം ശോഷിച്ചു പോയ ഈ അവയവങ്ങളെ തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോ കരഞ്ഞി കാലിൽ വീണുകൊണ്ട് ഈ മകള് ചോദിച്ചു, എത്ര ഉപ്പ എന്റെ ഉമ്മയെ എനിക്ക് വേണം, എന്റെ ഉമ്മ എന്റെ അമ്മായിമ്മയെ എനിക്ക് വേണം. ആ സമയത്ത് ആ വീടിന്റെ നായകൻ ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് വ്യക്തമായ ബോധമുള്ള നല്ലൊരു എഞ്ചിനീയർ, നല്ലൊരു കൺട്രോളർ, അദ്ദേഹം പറഞ്ഞു, മോളെ നീ ഭയപ്പെടണ്ട, നിന്റെ ഉമ്മയെ നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നില്ല. ഞാൻ നൽകിയത് നിന്റെ അമ്മായിമ്മക്ക് എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും കഴിവുറ്റ ശക്തി നൽകുന്ന മെഡിസിനാണ്, ആരോഗ്യത്തിനുള്ള ഗുളികയാണ് നൽകിയത്. അവൾ ഏറ്റവും നല്ല സാറ്റിസ്ഫൈഡോടെ, നല്ല സന്തോഷത്തോടുകൂടെ, നല്ല പ്രസന്നതയോടുകൂടെ യുവത്വത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനേക്കാൾ മനോഹരമായ ഒരു മെഡിസിനാണ്, സ്നേഹം. നീ വീട്ടിലേക്ക് വന്ന് ഇക്കാലയളവ് വരെയും നിന്റെ അമ്മായിയമ്മയോട് നല്ല നിലക്കൊന്ന് സംസാരിക്കാത്തതിന്റെ പേരിൽ നിന്നെക്കുറിച്ച് അവളിൽ വന്ന ആ ഒരു തെറ്റിദ്ധാരണ നിന്റെ ഈ 6 മാസ കാലയളവിലെ പെരുമാറ്റം മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സുഭിക്ഷമായി സുന്ദരമായി പുഷ്പാക്കുമ്പോഴോ അതിമനോഹരമായ ജീവിതം. പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബം. ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ ഫോൺ ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നോക്കിയിട്ട് ഞാൻ ഈ കഥ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ട് ഞാൻ പലപ്പോഴും ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. ഇതവനോട് ആ സമയത്ത് പറയുമ്പോൾ ഒരു പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ മുതിർന്നോളണമെന്നില്ല, പറയാറുമില്ല. എല്ലാവരുടെ സ്വഭാവം പരിഗണിച്ചായിരിക്കണമല്ലോ സംസാരിക്കണമെന്ന് പറയുന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയെന്നല്ലേ എനിക്ക് നോക്കേണ്ടത് ആദ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. വിശ്വാസത്തിലെയോ നമ്മുടെ കുടുംബാന്തരീക്ഷം അനുഗ്രഹീതമാവട്ടെ. ഇത് തന്നെയാണ് 14 നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. നമ്മോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ സെൽഫ് നിങ്ങൾ സൂക്ഷിക്കണം. എപ്പോഴും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം. നമ്മളൊരു അപകടത്തിലും പോയി പെടരുത്. നമ്മുടെ സാമ്പത്തിക ഭദ്രത കൃത്യമായിരിക്കണം. നമ്മളുടെ ലൈഫ് കൺട്രോളബിൾ ആയിരിക്കണം. നമ്മുടെ ജീവിതം നല്ല സ്ട്രക്ചറുള്ളബിൾ ആയിരിക്കണം. അനുഗ്രഹീതം. അതുമാത്രം പോരാ, പരിശുദ്ധ ഖുർആൻ പറയുന്നു വഅഹ്ലീക്കും. ഈ നവനൂറ്റാണ്ടിന് നഷ്ടപ്പെട്ടു പോയത് ഈ അഹ്ലീക്കും എന്ന പദമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ പണ്ടുകാലങ്ങളിലുണ്ടായിരുന്ന അനുഗ്രഹീതമായ ഒരു ബന്ധം എത്ര മനോഹരമായിരുന്നു. ഉപ്പ വരുന്ന സമയത്ത് എണീറ്റ് നിൽക്കുന്ന മകനെ കാണുമ്പോൾ ആ കുടുംബത്തിന് എന്തൊരു ആശ്വാസമായിരുന്നു. ഉമ്മ വരുന്ന സമയത്ത് ഉമ്മയെ കാണുമ്പോൾ, പുഞ്ചിരിക്കുന്ന മകളെ കാണുമ്പോൾ എന്ത് ആശ്വാസമായിരുന്നു. ഉമ്മയും ഉപ്പയേക്കാൾ ഉപരി ഉപ്പയുടെ അനുജന്മാർ വരുന്നു, ഉപ്പയുടെ ജ്യേഷ്ഠന്മാർ വരുന്നു, അവരുടെ ബന്ധുക്കൾ വരുന്നു, അവരുടെ മക്കൾ വരുന്നു, കുടുംബത്തിലെ മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും വന്ന് കൂട്ടുകുടുംബമായിരിക്കുന്നു. വൈകുന്നേര സമയങ്ങളിൽ എത്ര മനോഹരമായിട്ടായിരുന്നു ഇരുന്നത്.
ഞാനും ഇന്നും ഓർത്തു പോവുകയാണ് എന്റെ ചെറുപ്പകാലങ്ങളിൽ കഴിഞ്ഞു പോയൊരു ദിവസത്തെക്കുറിച്ച്. അവര് വീടിന്റെ പടിയിലേക്ക് കയറും മുമ്പ്, ഉമ്മായുടെ വീടിന്റെ പടിയിലേക്ക് കയറുന്നതിന്റെ മുമ്പ് 4-5 സ്റ്റെപ്പുകളുണ്ട്. അയൽവാസികളായ സ്ത്രീകള് വന്നിരുന്നിട്ട് പരസ്പരം ഇരുന്ന് ഒന്നൊന്നിന്റെ മുകളിലായിട്ടിരുന്ന് മുടി ചെയ്യുന്നതും മുടി നോക്കുന്നതും അത് കാണുന്നതും അവിടെ നിന്ന് അവർ സംസാരിക്കുന്നതും പരസ്പരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പരിഹരിക്കുന്നതും. ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ പ്ലാവിൽ നിന്ന് ഇട്ട് വെച്ച ചക്കയുടെ ഒരു ഭാഗമെടുത്ത് ഇത് നീ അപ്പുറത്ത് അമ്മിണി ചേച്ചിക്കും കൊടുക്ക്, കുറച്ച് നീയും എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വല്യമ്മ അവരെ പറഞ്ഞയക്കുന്ന രംഗം എത്ര മനോഹരമാണ്. കുടുംബം ബുഷ്റാക്കുമുള്ളിയോ ബുഷ്റാക്കുമുള്ളിയോ ബുഷ്റാക്കുമുള്ളിയോ. കുടുംബം സന്തുഷ്ടമാണ്, അയൽവാസി സന്തുഷ്ടമാവണം, മക്കള് സന്തുഷ്ടമാവണം. ഇന്നിന്റെ ചരിതമോ ഇന്നിന്റെ കഥയോ, ഇന്നിന്റെ കഥ വല്ലാത്ത ദുഷിച്ച കഥയാണ് എന്റെ മക്കളെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വല്ലാത്ത ദുഷിച്ചതാണ്. ഇന്ന് നമ്മളൊരു ഈ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന നമ്മള് വിവിധ റൂമുകളിലാണ് താമസം. വീടിന് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ 12-10 റൂം വേണം. സൗകര്യങ്ങൾ ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കണം. അനുഗ്രഹമേ വീട്, അനുഗ്രഹമേ വീട്. അല്ലാഹുവിന്റെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കാം. പക്ഷേ ആ വീടിനി വേണ്ടതോ കാവലാളാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കാവലാളാണ്. ഈയിടെയായിട്ട് നമ്മൾ ഫേസ്ബുക്ക് മാധ്യമങ്ങളിൽ കണ്ട ഒരു ചിത്രം, ഒരു വീഡിയോ വല്ലാതെ അത്ഭുതപ്പെടുത്തി, വല്ലാതെ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട്. 2 മക്കളെടുത്തുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദു സുഹൃത്തിന്റെ കൂടെ ഒരു പോലീസ് ജീപ്പിൽ കയറിയിരിക്കുന്ന ഒരു ചിത്രം, ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര വേദനയാണ്. മുസ്ലിമിന്റെ വേദന പങ്കുവെക്കാൻ നിങ്ങൾക്കറിയോ? കഴിഞ്ഞ ആഴ്ച ഹാദിയായുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവും, പരിചയം ഉണ്ടാവും. ബഹുമാന്യനായ അസ്ഗർ അലി ഹുദവി അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? കാരണം അദ്ദേഹം ഞങ്ങൾക്ക് എടുക്കുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. കൂട്ടത്തിൽ ഒരു വ്യക്തി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കെന്റെ നാടാണ് പ്രശ്നം. ഏതാണ് നാട്? കൂത്തുപറമ്പാണ് നാട്. എന്താണ് നിന്റെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ മുഖത്ത് ഞങ്ങളൊക്കെ നോക്കി. 19-100 പേര് കൂടിയിരിക്കുന്ന ഹാദിയയുടെയും അല്ലാത്തയും സുഹൃത്തുക്കൾ കൂടിയിരിക്കുന്ന സദസ്സിൽ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തികച്ചും ഞാൻ വേദനയുള്ളവനായിരുന്നു. ചിരിക്കുന്ന മുഖമുണ്ടെങ്കിലും മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് മുസ്ലിം പെൺകുട്ടികൾ അന്യമതക്കാരോടൊപ്പം ഒളിച്ചു പോകുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരിക്കണം. ഞാനപ്പോ ആലോചിച്ചത്, ഇതും നമ്മുടെ സബ്ജക്റ്റിലേക്ക്, വിഷയത്തിലേക്ക് ആഡ് ചെയ്യാം. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ മക്കളെ പോറ്റി വളർത്തുന്ന മാതാവിന്റെ കൗശലമായിരിക്കാം. അല്ലെങ്കിൽ ആ മാതാവിന് നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു ടെക്നിക്സ് ആയിരിക്കാം. ആ ടെക്നിക്സ് എങ്ങനെ നഷ്ടപ്പെട്ടു? അന്ന് തന്നെ നടന്നൊരു ക്ലാസിന്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു സാറൂപ് നമ്മളോട് പറഞ്ഞൊരു കഥയുണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കഥയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു സ്കൂളിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളിൽ ഒരു പ്രശ്നം വന്നു. എന്താണ് പ്രശ്നം? ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ നിന്ന് കാണാനില്ല. 4-ാം ക്ലാസ്സിൽ നിന്ന് കാണാനില്ല ഒരു കുട്ടിയെ. അവിടുത്തെ അധ്യാപകരും കുട്ടികളും പരക്കമ്പാഞ്ഞ് തിരയുകയാണ്. ഒരുപാട് തെരഞ്ഞു കാണുന്നില്ല, പിന്നെയും തെരഞ്ഞു കാണുന്നില്ല. അവസാനം ബാത്റൂമിൽ പോയി തെരഞ്ഞു നോക്കുന്ന സമയത്ത് 7-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയും 4-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയും നമ്മൾക്ക് പറയാൻ പഠിക്കുന്ന രൂപത്തിൽ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടു. അവിടെ ഏതായാലും കണ്ട മാഷ് കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ട് അദ്ദേഹം തൽക്കാലം അവിടെ മറച്ചു വെച്ച് എല്ലാവരെയും പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞയച്ചതിന് ശേഷം ഒരു ഓഫീസിൽ റൂമിലേക്ക് വരുത്തിയതിനു ശേഷം അദ്ദേഹം ആ കുട്ടിയോട്, അവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർ ആ കുട്ടിയോട് ചോദിച്ച സമയത്ത് ആദ്യം നിഷേധിച്ചുവെങ്കിലും അതിന്റെ ബാക്കി ഭാഗങ്ങൾ വന്നത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. മാതാക്കളെ ശ്രദ്ധിക്കണം, വേദനിപ്പിക്കുന്നതാണ്. ഈ കുട്ടിയുടെ അവസാന കാരണം പറഞ്ഞതിന്റെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്റെ മാതാവിന്റെ മൊബൈലിൽ നിന്നാണ്. ഞാൻ പലപ്പോഴും എന്റെ മാതാവ് കുളിക്കാൻ കയറുമ്പം
പാപ്പയുടെ ഫോൺ വരുമ്പം അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എന്റെ മാതാവിന്റെ ഫോൺ എടുത്ത് S4 എടുത്ത് ഞാൻ പലപ്പോഴും നോക്കുന്ന സമയത്ത് എനിക്കതിൽ കാണാൻ പറ്റുന്ന വീഡിയോകളിൽ നിന്ന് കണ്ട ചിത്രങ്ങൾ ഞാൻ പകർത്താൻ വേണ്ടിയിട്ടും അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയും ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അധ്യാപകനോട് ഷെയർ ചെയ്ത സമയം നാം ഒന്നോർത്ത് നോക്കുക. മുസ്ലിമേ, മുഅ്മിനേ, സംഘടനയുടെ പ്രവർത്തകരെ, നമ്മുടെ ലോകം എങ്ങോട്ടേക്ക് പോയി? നമ്മുടെ ഈ ലോകം എങ്ങോട്ടേക്ക് പോയി? നമ്മുടെ ഉമ്മമാർ എങ്ങോട്ടേക്ക് പോയി? പള്ളികളിൽ നിന്ന് കയറി വരുന്ന ഉസ്താദുമാരെ അനയിച്ചിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് ദുആയിരപ്പിച്ചിരുന്ന എത്രയോ നല്ല വീടുകളും നല്ല നല്ല കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഇന്നതുണ്ടോ? ഇന്നതില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമുക്ക് സമയമില്ല, നമുക്ക് പ്രശ്നങ്ങളാണ്. നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ മൂലകാരണം എന്തെന്ന് അന്വേഷിക്കുമ്പോൾ കുടുംബനാഥ, നീ ഉണരണം. നിന്റെ മക്കളെന്ത് പഠിക്കുന്നു നീ തീരുമാനിക്കണം. നിന്റെ മക്കൾ സുബഹി നിസ്കരിച്ചോ എന്ന് ശ്രദ്ധിക്കണം. നിന്റെ മക്കൾ നീ രാവിലേക്ക് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത്, മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് സലാം ചൊല്ലിയോ എന്നാലോചിക്കൂ. ഇല്ല എങ്കിൽ മക്കളോട് പറയൂ, മകനെ, നീ സ്കൂളിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ, ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന ഈ സമയം ഞങ്ങളോട് അസ്സലാമു അലൈക്കും എന്നൊന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് കൈകൊണ്ടൊന്നിങ്ങനെ കാണിച്ച് നീയൊന്ന് പോയി നോക്ക്. പിറ്റേ ദിവസം ആ മകൻ പോകട്ടെ. അങ്ങനെ മകൻ ഇറങ്ങിപ്പോകുന്ന മകൻ 1-ലോ 2-ലോ 3-ലോ 4-ലോ അതല്ല കുറച്ചും കൂടെ ഉയർന്ന് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് അങ്ങനെ പോകുന്നതെങ്കിൽ എന്തൊരു ചാരിതാർത്ഥ്യം! കാണുന്ന അയൽവാസി, കാണുന്ന സുഹൃത്ത്, കാണുന്നവരൊക്കെ എന്തൊരു നല്ല അനുഗ്രഹമുള്ള വീടാണത് എന്ന് തന്നെ ചിന്തിച്ചു പോവില്ലേ? വിശ്വാസമൂല്യോ. തിരിച്ചിട്ടോ അത് കഴിഞ്ഞില്ല, അങ്ങനെ മകനോ മകളോ പോവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇടക്ക് ളുഹറിന്റെ സമയമാകുമ്പം നിസ്കരിച്ചിട്ടില്ല, അസറിന്റെ സമയമാകുമ്പം നിസ്കരിച്ചിട്ടില്ല. അസറും ളുഹറും കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചില്ല. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞോ 4 ദിവസം കഴിഞ്ഞു ഇതങ്ങനെ തുടർന്നു പോവുകയാണോ? എങ്കിൽ ഇങ്ങനെ വിശ്വാസമൂല്യോ ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ആ കുട്ടി പോകട്ടെ, തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നിട്ടൊന്ന് ചോദിക്കട്ടെ, മോനെ, നീ ഒന്ന് ളുഹർ നിസ്കരിച്ചു? മകൻ പറയുന്നു, ഉമ്മ, ഞാൻ അടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നു. എന്റെ കൂടെ ആ പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന. എന്തൊരു മനോഹരം! അസർ കഴിഞ്ഞു, പെൺകുട്ടി വീട്ടിലേക്ക് വന്നു. കുട്ടിയോട് ചോദിച്ചു, നീ നിസ്കരിച്ചോ? കുട്ടി പറഞ്ഞു, ഞാൻ നിസ്കരിച്ചിരുന്നു. ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷീദയും ഞങ്ങൾ 3 പേരും കൂടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി വീട്ടിലെ ഇത്താത്താനോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടൊക്കെ. ഞങ്ങൾ അവിടെ പോയിട്ടാണ് നിസ്കരിക്കുന്നത്. അൽഹംദുലില്ലാഹ്! എത്ര മനോഹരം! സ്ട്രക്ചറലി നമ്മളിങ്ങനെ ചെയ്യുക. 1 അല്ല 2 അല്ല, എപ്പോഴും. ഇതൊരാഴ്ചയോ 21 ദിവസം. ഒരു സൈക്കോളജിക്കൽ ട്രേറ്റ് ഉണ്ട്. ഒരു കാര്യം ഒരു 21 ദിവസം നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അപ് ടു നമ്മുടെ കണ്ടിന്യൂ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ 21 ദിവസം അത് തുടർന്നുകൊണ്ട് ഒരു ദിവസം ചോദിച്ചു, ഇനി 2 ദിവസം ചോദിച്ചു, 3ാമത്തെ ദിവസം ചോദിച്ചു. ഇനി എന്റെ കുട്ടിനോട് ദിവസവും അങ്ങനെ ചോദിക്കുന്നുണ്ട്. വിസനിക്കേണ്ട മക്കളെ 1, 2, 3 ദിവസം നിങ്ങൾ ചോദിച്ചോളൂ. ഒരാഴ്ച ചോദിച്ചോ, 2 ആഴ്ച ചോദിച്ചോ. ഇവൻ 21 കൊണ്ട് നടക്കുന്നില്ലേ? 40 days 21 ദിവസം നടക്കാത്ത കാര്യമാണോ? 40 ദിവസം കണ്ടിന്യൂ ആണോ? ഷുവർലി ഇസ് ഇൻക്ലൂഡഡ്. ഷുവർലി അത് ഉറപ്പായിരിക്കും, അറ്റാച്ച് ആയിരിക്കും, ഉറപ്പായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുക കുട്ടിയെ. അത് ഓട്ടോമാറ്റിക്കലി ആ ബോഡി ലൈഫിൽ അതൊരു ബോഡി, അത് ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് സൈക്കോളജിക്കലി അങ്ങനെ വരുന്നാ പറയുന്നത്. എത്ര മനോഹരം! ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 14 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ നാം ആദ്യം പഠിപ്പിക്കേണ്ടത് മുത്തുനബിയുടെ പേരാണ് പറയുന്ന നാക്കുകൊണ്ട് അക്ഷരം പറയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കുട്ടിയുടെ മനസ്സ് ജിജ്ഞാസയോടുകൂടെ, ക്യൂരിയോസിറ്റിയോടുകൂടെ
ആഗ്രഹിക്കുന്ന ഒരു സമയം, ഉപ്പയെയും ഉമ്മയെയും വിളിക്കുന്ന ഒരു സമയം, അടുത്തുള്ള വസ്തുക്കളെ നോക്കിയിട്ട് തന്റെ ഉപ്പ എന്ന് ചോദിക്കുന്ന സമയം, ആ കുട്ടിക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണേ. ആരംഭ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദുൻ. എത്ര മനോഹരമായ പേരത് പഠിപ്പിക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നബിയുണ്ടല്ലോ, നബി മുഹമ്മദ് നബി ഉണ്ടല്ലോ, അതുകൊടുത്ത് സുന്ദരനായ ആളായിരുന്നു. എത്ര മനോഹരായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കുമ്പം, എത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പം. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് നോക്കിയിരിക്കുന്ന സ്വഹാബത്തൊക്കെ കണ്ടെടുക്കാതെ നോക്കാറുണ്ടായിരുന്നെന്ന് പറഞ്ഞു കൊടുക്കണം ബുദ്ധിക്കനുസരിച്ച്. അത് മാത്രമല്ല, പിന്നെ പറയണം, നബിയെ പ്രസവിച്ചതാരാന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. ഏതാ ഉമ്മ എന്നറിയോ? അത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മ. ആരാന്നറിയോ? ആമിന ബീബി. എത്ര മനോഹരം! അത് കഴിഞ്ഞില്ല, ആരാന്നാ നമ്മുടെ നബിയുടെ പിതാവെന്നറിയോ? ആരാ? കുട്ടിയോട് ചോദിക്കുക. ഉമ്മയാണ് അടുത്ത് നിൽക്കുന്നതെങ്കിൽ ഉമ്മയെ ചൂണ്ടിയിട്ട് പറയണം, ഇത് നിന്റെ ഉമ്മയാണെന്നും ഉപ്പയാണെന്നും എന്നിട്ട് പറയണം. നമ്മുടെ ഹബീബ് കരളിന്റെ കഷ്ണം, മനസ്സിന്റെ മാണിക്യക്കൊട്ടാരത്തിൽ നാം എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉപ്പയുടെ പേര് പറഞ്ഞു കൊടുക്കണേ. അബ്ദുല്ലാ, അബ്ദുല്ലാ. ആ പേരും കുട്ടി പഠിക്കട്ടെ. നാക്കിലൊക്കെ എപ്പോഴും പറയട്ടെ. അത് തന്നെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. നബിയുടെ വസ്തു പറയണം, നബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതല്ലേ മുത്തുനബി 14 നൂറ്റാണ്ട് മുമ്പ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ കുട്ടിയൊന്ന് വളരട്ടെ, ഈ കുട്ടിയൊന്ന് വളരട്ടെ. എത്ര മനോഹരായിരിക്കുന്നറിയോ? ഈ കുട്ടി മനോഹരമായി വളരും. നാം ശ്രദ്ധിക്കണം. നബിയുടെ ഒരു ഹദീസ് അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ മാതാപിതാക്കളുമാണ് കേട്ടോ ഓരോ കുട്ടിയെയും മജൂസിയാക്കുന്നത്, ഹിന്ദുവാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്, മറ്റു മതക്കാരനാക്കുന്നത്, ദിഷ്ണാശാലി അല്ലാതെയാക്കുന്നത്, ഭൗതികതയെ ആശ്രയിക്കാനാക്കുന്നത്. അതോടൊപ്പം മറ്റു ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, തന്റെ പ്രകൃതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അവയിലേക്കൊക്കെ ചായ ഉണ്ടാക്കുന്നത് മാതാവോ പിതാവോ ആണ്. അതുകൊണ്ട് മാതാവിന്റെയോ പിതാവിന്റെയോ കടമയാണ് തന്റെ മക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ശീലിപ്പിക്കേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ലാതെ കഴിഞ്ഞിട്ട് നബി പറയുകയാ, നിങ്ങളുടെ കുട്ടി വളർന്നു എന്ന് സങ്കല്പിക്കുക. കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ ഒരു 5 or 6 വയസ്സൊക്കെ എത്തുന്ന സമയത്ത് കുട്ടിയെ നിങ്ങൾ ഇസ്ലാമിന്റെ ഹജീൽ വളർത്തണേ. കുട്ടിയെ നിങ്ങൾ ഇസ്ലാമിന്റെ ഡ്രസ്സ് ധരിപ്പിക്കാൻ പ്രേരണ കൊടുക്കണേ. അത് കഴിഞ്ഞില്ല 7ാമത്തെ വയസ്സെത്തുമ്പോൾ നബി പറയുകയാണ്, ഇടക്കൊക്കെ ഉപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുന്ന രംഗങ്ങൾ കാണിച്ചു കൊടുക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് ഉപ്പ നിസ്കരിക്കുകയാണെങ്കിൽ ഉപ്പയുടെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്നത് ശീലിപ്പിക്കണം. 1 or 2 ആഴ്ച നിസ്കരിപ്പിച്ച് ശീലിപ്പിച്ചിട്ട് അതിന്റെ ബാഹ്യമായ ഘടന കുട്ടിക്ക് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ചെല്ലാവുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് 3 വർഷക്കാലയളവ് നിങ്ങൾ ട്രെയിൻ ചെയ്തോ. മുഹമ്മദ് റസൂലുള്ളാഹി. 3 വർഷം കഴിഞ്ഞിട്ടും കുട്ടി ഇതൊന്നും ചെയ്യാത്ത പക്ഷം നിങ്ങൾ ഇടയ്ക്കൊക്കെ കുട്ടിയോ ഒന്ന് ചെറുതായി അടിച്ചോ. അപ്പൊ കുട്ടിക്ക് ചെറിയൊരു പേടിയുണ്ടാവും. ഇപ്പൊ നിസ്കരിക്കാൻ സ്ട്രിക്റ്റ്ലി കുട്ടി റെഡിയാണ്. നിസ്കാരം ഒരു ആള് വ്യക്തിപരമായി നല്ല റാഹത്തോടുകൂടെ ചെയ്യാൻ റെഡിയാണോ എങ്കിൽ ഒരു കാര്യം തീർച്ചയാ, നിസ്കരിക്കുന്നവനൊരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയില്ല. നിസ്കരിക്കുന്നവനൊരിക്കലും അസൂയ വെക്കാൻ പറ്റത്തില്ല. നിസ്കരിക്കുന്നവൻ ഒരിക്കലും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. ഈ കുട്ടി 15 കഴിയുന്നു, 20 കഴിയുന്നു, രോഗശയ്യയിൽ കിടക്കുന്ന വാപ്പാനെ നോക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിതാവേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാതാവേ? അതുകൊണ്ടാണ് ബുഷ്വാക്കുമല്യോം അതിന്റെ ഉത്ഭവം തുടങ്ങേണ്ടത് തന്നെ
നമ്മുടെ മാതാവും പിതാവും തന്നെയാണ്. കുട്ടികളെ സ്ട്രക്ചറലി കണ്ടിന്യൂയായിട്ട് ഫോളോ അപ്പ് ചെയ്യാതിരുന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടി അങ്ങ് ഉഷാറാവൂ എന്ന് കരുതിയിട്ട് നാം നമ്മൾ അതേക്കുറിച്ച് മുഖം തിരിച്ചിങ്ങനെ നടന്നാൽ ഒരു കാലത്ത് നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് ആ കുട്ടിയെ കയ്യിൽ കിട്ടാത്ത സമയത്ത് പള്ളിയിൽ ചെന്ന് ഉസ്താദിനോട് കംപ്ലൈന്റ് പറയാ, ഉസ്താദെ എന്റെ കുട്ടി ശരിയില്ല, ആ കുട്ടി നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഫലമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനൊക്കെ പ്രയോജനം ഉണ്ടാവാൻ സമയമെടുക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസുണ്ട്, അൽ ജന്നത്തു തഹത ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, അൽ ജന്നത്തു തഹത ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. സ്വർഗം ഉമ്മാന്റെ കാൽപാദത്തിലാണ്, സ്വർഗം ഉമ്മാന്റെ കാൽപാദത്തിലാണെന്ന് പറഞ്ഞതിന് ചില പണ്ഡിതന്മാർ നമുക്ക് തഫ്സീർ നൽകിയ കൂട്ടത്തിൽ പറയുന്നുണ്ട്, പാന്താവെന്ന് പറഞ്ഞാൽ ഉമ്മ കാണിച്ചു കൊടുക്കുന്ന വഴിയാണ്. ശ്രദ്ധിക്കണേ, ഉമ്മ കാണിച്ചു കൊടുക്കുന്ന വഴി, ഉമ്മയുടെ പാത, ആ പാതയുടെ കീഴിലാണ് സ്വർഗം എന്നാ പറയുന്നത്. അഥവാ ഉമ്മ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ കുട്ടി വളരട്ടെ, അങ്ങനെ വളരുകയാണ്. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്, അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. ആ കുട്ടി വളരട്ടെ, എത്ര മനോഹരമാണ്. അങ്ങനെ ആ നല്ല കുട്ടിയിൽ നിന്ന് ആ ഉമ്മയിൽ നിന്ന് കാണുന്ന നല്ല കാഴ്ചപ്പാടുകൾ, നല്ല പാതകൾ പിൻപറ്റുമ്പം ഷുവർലി ഉമ്മ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ കുട്ടി മനോഹരമായി വളരുന്നു. 20-ലും 25-ലും എത്തുന്ന സമയത്ത് കുട്ടിയെ നോക്കിയിട്ട് കുടുംബങ്ങളിൽ പലരും പറയുന്നു, എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ് ആ കുടുംബം, അവരൊക്കെ വളർത്തിയത് എത്ര നല്ല ടൈപ്പിലാണ്, എന്തൊരു സ്ട്രക്ചറിലാണ്, എന്തൊരു ഗുണമുണ്ട് ആ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഫാത്തിമ കണ്ടോ വരുന്ന സമയത്ത് സലാം ചൊല്ലുന്നു, ഹബീബ് കണ്ടോ ഇന്നലെ പോണ സമയത്ത് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് സലാം ചൊല്ലിയിട്ട് കൈ കൊടുത്തിട്ട് ഒരു ആലിംഗനം ചെയ്തിട്ടാണോ പണിക്ക് പോയത്, കോളേജിലേക്ക് പോയത്, ആണെന്താ ഇപ്പൊ ജോലി ചെയ്യുന്നതെന്നറിയോ, ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലെ പ്രൊഫസറാണ്. മറ്റേ ഹബീബയോ അവൾ ഡോക്ടറാണ്. പോകുന്ന സമയത്ത് എന്തൊരു റാഹത്തിലാണ് അവർ ഇറങ്ങിപ്പോയതെന്നോ, മുഖമക്കന ധരിച്ചിട്ട് വണ്ടിയിൽ കയറിയിട്ട് പോകുന്ന ഈ കുടുംബത്തെ നോക്കിയിട്ട് ആ ചുറ്റുപാടിലുള്ള ഗ്രാമീണർ മുഴുവനും എന്ത് മനോഹരമായ ഇസ്ലാമിക ചുറ്റുപാടാണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അപ്രകാരം നല്ലൊരു ലെവലിൽ കുടുംബത്തെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, നാം മാത്രം നന്നാവുന്നില്ല, നമ്മോടൊപ്പം നന്നാവുന്നത് ആ ഗ്രാമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നമ്മുടെ അയൽവാസികളാണ്. ഓരോ അയൽവാസികളിലേക്കും നോക്കിയപ്പോൾ ആ കുടുംബങ്ങളാണ്, ആ കുടുംബങ്ങൾ നോക്കിയപ്പോൾ ആ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലൂടെ നന്നാകുന്നതോ ആ വലിയ ഒരു സെക്ടറാണ്. ആ സെക്ടറിലൂടെ നന്നായി ആ ജില്ല നന്നായി, ആ സംസ്ഥാനം നന്നായി, രാജ്യം നന്നായി, ലോകം നന്നായി. കേട്ടപ്പോ തോന്നി ഒട്ടോപ്യനാണെന്നല്ലേ. ഇതാ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിഭാവനം ചെയ്തത്. 14 നൂറ്റാണ്ട് മുമ്പ് ഇത് ഉണ്ടാവണമെന്ന്. ഇല്ലാത്തത് നമ്മൾ വിറ്റല്ലോ, ഇല്ലാത്തത് നമ്മൾ വിറ്റല്ലോ. മുത്തനബിയുടെ മഹ്ള ഫضل കൊണ്ട് ഇവൻ നമ്മുടെ കുടുംബമെങ്കിലും അനുഗ്രഹമാകട്ടെ. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് എല്ലാവരും ആമീൻ പറയട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മുടെ കുടുംബമെങ്കിലും എന്തൊരു രസം. ഞാൻ ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, അതുപോലെ ചില റൂമുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, ഈ വീട് എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല, നാട്ടിലൊക്കെ ഉള്ള സമയത്ത്, ഇവിടെ റൂമുകളൊക്കെ ചില സമയത്ത് പരസ്പരം ഇന്നൊരു റൂമിൽ തന്നെ ഇന്നൊരു റൂമില് ജ്യേഷ്ഠനും അനിയനും ഉള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജ്യേഷ്ഠനോട് ഉണ്ടാതിരിക്കുന്ന ഒരു കണ്ട് ഉള്ള ആലോചിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇന്നിപ്പോ രാത്രി പറയാൻ പോണ വിഷയം ഇതൊരു നല്ല സ്യൂട്ടാണല്ലേ, അല്ല അങ്ങനൊന്നും ഇല്ലാത്തൊരു എന്ത് രസല്ലേ, അല്ലാത്ത. പക്ഷെ നമ്മളെ ഈ നാടുകളിലുള്ള ഒരു അസുഖം എന്താ വെച്ചാല്, ഒരാൾക്ക് ഏതെങ്കിലും രൂപത്തിൽ സാമ്പത്തികമായിട്ട് ഒന്ന് ഗൾഫിൽ പ്രവാസികളിൽ കൂടുതൽ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ അതിന്റെ ഇടയിൽ പറഞ്ഞു പോണത് കേട്ടോ. പിന്നെ നമ്മൾക്ക് തോന്നുന്നത് അറിയാം,
ഇത് ശരിയാ, ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എനിക്ക് മറ്റുള്ളവരൊന്നും ആശ്രയിക്കണ്ട, ഇനിയിപ്പോ പിന്നെ അമ്മായിമാന്റെ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ, അമ്മ അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ, ഭാര്യന്റെ ജ്യേഷ്ഠത്തെ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഒന്നും എന്തിനിപ്പോ ഞാൻ അനിയന്റെ വീട്ടിൽ പോണത്, ഓന്റെ പെണ്ണായി, ഓന്റെ ഭാര്യയായി, ഓന്റെ കുട്ടികളായി, ഓല അവിടെ കാണും, ഞാൻ അങ്ങനെ എന്തിനാണ് ഇടക്കൊക്കെ ഇങ്ങനെ പോണേ, വന്ന് പോയി കണ്ടല്ലോ നമ്മൾ കൂടെ വന്നിട്ട് ഒരട്ടം പോയില്ലേ, ഇപ്പൊ പോകാൻ പറയാൻ പോണം. ഒരു ഇതിപ്പോ നിങ്ങൾ അതിനെ എത്രമാത്രം വ്യാഖ്യാനിക്കാൻ പറ്റും, ആ ലെവലിലുള്ള ഉദാഹരണങ്ങളൊക്കെ ആഡ് ചെയ്തോ. ഈ ഒരു സമീപനം സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഔദ്യോഗികമായിട്ട് നിങ്ങൾ എന്തായി വന്നതിന്റെ പേര് ചെന്നു, പോരാൻ തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് നിങ്ങളെ പോയി കണ്ട് പറഞ്ഞു. അപ്പൊ ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് കംപ്ലൈന്റ് ഒന്നും പറയൂല, എന്തിടോ വരാണ്ടെന്നത് ഒന്ന് വന്നിട്ട് കാണുകൂടി, അതിന് രക്ഷപ്പെട്ടു. സത്യത്തിൽ ഈ കാണാൻ പോയതിൽ ഒരു അണുമണി തൂക്കം ഇഖ്ലാസില്ല. പിന്നെ എങ്ങനെ നമുക്ക് ബുഷ്റാത്മൂല്യവും ഉണ്ടാവുമ്പോഴൊന്നും അറിയിച്ചു നോക്കി. വിഷയം ഇങ്ങനെ പരന്നു പോകും. അതാണ് ഞാൻ ഇങ്ങനെ നീട്ടിപ്പോ പഠിക്കുന്നത്. എന്റെ കുറേ എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ എന്താണ് സമയമായില്ലേ, 9:46 സമയമായി, ഏകദേശം സമയമായിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂർ എങ്ങനെ പറയും ഇസ്മായിലിനോട് ആദ്യം ചോദിച്ചത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലപ്പോ, അല്ലാഹു അലം. ഇനി എന്തായാലും ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ലൈഫ് മക്കളെ കൊണ്ടുണ്ടാവുക, നന്നാവാൻ ശ്രമിക്കുക. ഈ നന്നാവുന്നത് എന്താവും ചെയ്യാം. നാളെ ഖുർആൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ ഒരായത്ത് ഓതി വെച്ചിരുന്നു, ഞാൻ പറഞ്ഞതൊന്നും എത്തിയിട്ടില്ല. തുടക്കത്തിൽ ഒരായത്ത് റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്നുള്ള ഖുർആൻ പറഞ്ഞൊരായത്തുണ്ടല്ലോ. ഈ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, അള്ളാഹ്ക്ക് ആരാധിച്ചതിന് തുടങ്ങിട്ട് വാവ് അടക്കപ്പെട്ടിട്ട് അള്ളാഹ് പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്നാണ്. ഖുർആൻ സത്യമാണെന്ന് എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതാണ്. ഒരു കാരണവശാലും ഖുർആൻ നുണയാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അവൻ ഇസ്ലാം അല്ലല്ലോ. ഈ വീട്ടിൽ സന്തോഷമില്ലാത്തവനും, ഈ ഉമ്മാനോട് എതിര് പറയുന്നവനും, ഉപ്പയോട് എതിർക്കുന്നവനും, ജ്യേഷ്ഠനോട് തെറ്റി നിൽക്കുന്നവനും, അനിയനയുടെ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ഓരോ അസ്വാരസ്യങ്ങൾ സംസാരിച്ചിരിക്കുന്നവർ, ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഖുർആൻ സത്യമാണുള്ളത്. ഖുർആൻ പറയുന്നു, നിങ്ങൾ എഴുതാത്ത് കഴിഞ്ഞാൽ പിന്നീട് കറക്റ്റ് എന്തായിരിക്കണം, നേരെ ചെല്ലേണ്ടത് എന്തിനാ. പിന്നെ അടുത്തത് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാനാ പറയുന്നത്, ഉപ്പാക്കും മാതാപിതാക്കൾക്ക്. ആ ആയത്തിന്റെ ഹദീസിന്റെ അവസാനം പറയുന്നത് എന്താ? ആ ആയത്തിന്റെ അവസാനം പറയുന്നത് ഖമാ റബ്ബ. ആ ആയത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ആയത്തിന്റെ അവസാനം പറയും ഖമാ റബ്ബ അല്ലാഹുമ്മ റഹംഹുമാ ഖമാ റബ്ബയാനി സഗീറ. ചുരുക്കത്തിൽ സമയം കഴിഞ്ഞു, പരിമിതമാണ്. ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിശ്വാസമൂല്യവും ഉണ്ടാവണമെങ്കിൽ നാം ഒരവസരത്തിൽ നമുക്കൊക്കെ വാർദ്ധക്യത്തിയിട്ട് നമ്മളൊക്കെ ഒരു ഭാഗത്ത് അടഞ്ഞുകൂടുന്ന സമയത്ത് നമ്മൾ പരിചരിക്കുന്ന മക്കളെന്നെ ഉണ്ടാവണം. ഈ നവനൂറ്റാണ്ടിൽ നാം ഭയപ്പെടുന്നത്, പണ്ടൊക്കെ അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റേതോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നും കഥകളിൽ വലിയ പ്രസിദ്ധീകരണങ്ങളിലോ മറ്റോ, അതും മലയാള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവൂല, ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്നത് കടമെടുത്തിട്ട് അവിടെ നിന്നായിട്ട് തർജ്ജമ ചെയ്യുന്നത് പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വായിച്ചിട്ട് വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ ശീതള ഛായയിൽ പൂർവീകരുടെ കഥ 1000 പ്രാവശ്യം ആവർത്തിച്ചിട്ട് പറയുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ വരെ അവസാന സമയങ്ങളിൽ വൃദ്ധസദനത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്ന ഒരു ഗതികേട് വരുമോ എന്നതാ ഭയം. സമയം പരിമിതമാണ്, എനിക്ക് പറയാൻ ഒരുപാടുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലാഹു ഇനിയൊരു അവസരം തരുവാണെങ്കിൽ തരട്ടെ, അല്ലാഹു അവസാനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ ശ്രദ്ധിക്കുക, മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ അങ്ങനെ രോഗശയ്യയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത്, ഇന്ന് ഞാൻ യുവാവാണ്, 25-30 വയസ്സുള്ളവൻ, നാളെ എനിക്കാണ് ആ സംഗതി വരുന്നത്, എനിക്കാണ് ആ വാർദ്ധക്യം വരുന്നത്. ആ സമയത്ത് എനിക്ക് ആ ഒരു ലെവലാണ് ഉണ്ടാകുന്നത്, എന്തൊരു തോന്നലുണ്ടാകുന്ന സമയത്ത്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നതിന് നമ്മുടെ മക്കളെ ഈ ക്രിയാത്മകമായിട്ട് ഷെഡ്യൂളിൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ തയ്യാറായിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കള്
ഇപ്പൊ നമ്മളൊക്കെ എനിക്ക് ഉറപ്പുണ്ട് ഈ ഇസ്ലാമിക് ഈ ചാനൽ കാണുന്ന നമ്മൾ 268 പേര് ഒരു പക്ഷെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ആമീൻ പറയാനും പ്രാർത്ഥിക്കാനും കെൽപ്പുള്ളവരും മനസ്സുള്ളവരും. സത്യത്തിൽ നമ്മളല്ല ഇതൊന്നും കേൾക്കേണ്ടത്. ഇതിനെ കേൾക്കേണ്ടത്, ഞാൻ പറയുന്നത് കേൾക്കേണ്ടത് ഒരു പക്ഷേ ഇതിന്റെ വൈഡായി നിൽക്കുന്നത് കേൾക്കാൻ സാധ്യമാവാത്ത ആളുകളാണ്. പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അതാണല്ലോ നമ്മുടെ ദൗത്യം. ഇതൊക്കെ നമ്മുടെ പ്രവർത്തകരോ കേൾക്കുന്നവരോ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുക. അതൊരു വല്ലാത്ത സദസ്സാണ്, വല്ലാത്തൊരു വിഷയമാണ്. നമ്മുടെ കുടുംബം അനുഗ്രഹമാകട്ടെ, നമ്മുടെ കുടുംബാന്തരീക്ഷം അനുഗ്രഹമാകട്ടെ, എല്ലാവർക്കും പാഠമാകട്ടെ. റേഡിയോ അൽഹംദുലില്ലാ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഈ പൈലറ്റ്സിനെ കുറിച്ചുള്ള ഐഡിയാസ് എനിക്ക് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോറി. അപ്പൊ നമ്മുടെ ഇത് അനുഗ്രഹമാവട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒരു അവസാനമായിട്ട് ഒരു സംഭവം, ഒരു ചെറിയൊരു സംഭവം പറഞ്ഞു പോവാണ്. നമ്മുടെ ഈ മക്കള്, നമ്മളൊക്കെ മിക്ക ആളുകൾ ഇതിൽ ചെറുപ്പക്കാരായിരിക്കും. അവർ നോട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, മറ്റു മേഖലകളിലോ അതല്ലാത്തവയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ചെറിയൊരു കഥ അതുകൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഈ കഥ, ഒരിക്കൽ ഒരു കുട്ടി, ഒരു പിതാവ് നമ്മളൊക്കെ ഗൾഫിൽ നിന്നും തിരിച്ചു പോയിട്ട് നാട്ടിലെത്തുന്ന സമയത്ത് നമ്മുടെ പെട്ടി തുറന്ന് പല സാധനങ്ങളും പലർക്കും വേണ്ടിയിട്ട് വിതരണം ചെയ്യാറുണ്ടല്ലോ, അല്ല ചെയ്യാറില്ലേ? ആരും ചെയ്യില്ലേ? ആരും എസ് അടിക്കില്ല. അപ്പൊ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ഒരാരും കേട്ടിട്ടില്ലേ? ഖത്തറിന്റെ താരം ഞാൻ ആളുകൾക്ക് നോക്കിയാൽ നമ്മൾ വിഷയം മാറുകണ്ട. അപ്പോ നമ്മളങ്ങനെ കൊണ്ടു കൊടുക്കാറുണ്ട് അല്ലേ? അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എസ് മതി. ഞാൻ വെറുതെ ചോദിച്ചതാണ്, സോറി. ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരു പിതാവ്, ശ്രദ്ധിക്കുക, ആ കഥയോടുകൂടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഒരു പിതാവ് വീട്ടിലേക്ക് പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ തന്റെ പൊന്നുമോനെ കാണാൻ, തന്റെ പൊന്നുമോളെ കാണാൻ, തന്റെ സഹധർമ്മിണിയോടൊപ്പം ജീവിക്കാൻ കുറച്ച് ദിവസമെങ്കിലും, തന്റെ ഉമ്മയെ കാണാൻ, ഉപ്പയെ കാണാൻ. പക്ഷെ അതിലൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശ്രദ്ധിക്കണം. അവസാനം കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്, പൂർത്തിയായിട്ടില്ലെങ്കിലും. അങ്ങനെ വീട്ടിലേക്ക് എത്തി, എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വാഹനത്തിൽ എല്ലാവരും വന്ന് കൂട്ടിക്കൊണ്ടുപോയി. മുകളിൽ തൂങ്ങി നിൽക്കുന്ന വലിയ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ എന്റെ പഴയകാല കോടങ്ങാടിന്റെ ചരിത്രത്തിലേക്ക് ആ പള്ളിയിൽ നിന്നിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ മോളിങ്ങനെ ബോക്സ് കെട്ടി വെച്ചിട്ട് പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കോടങ്ങാടിന്റെ പള്ളിയിൽ വന്നാൽ ആ മലപ്പുറത്തിന്റെ ഏരിയകളിലേക്കൊക്കെ പോകണം, ഗൾഫുകാരെ കാണാൻ പറ്റും. രാവിലെയും കാണാൻ കെട്ടി വരുന്നത്, രാത്രി കാണാൻ, വൈകുന്നേരത്തൊക്കെ ഉച്ചക്കൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകണത് അതിങ്ങനെ കാണാൻ പറ്റും. വലിയ മനോഹരമാണ്. എങ്ങനെ കാണുമ്പോൾ രസമാണ്, തോന്നും പോണം. ഇവിടെ വന്നു നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകണം. അതുപോലെ എന്തോ ആവട്ടെ, ഒരിക്കൽ ഒരു രക്ഷിതാവ് ഒരു ബോക്സുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ, അങ്ങനെ സാധാരണ പോലെ ഫ്രഷായതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ആ ബോക്സ് തുറക്കുന്നു. ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളുടെയും ഭാര്യയുടെയൊക്കെ സാന്നിധ്യത്തിൽ ആ ഒരു ബോക്സ് എടുത്തിട്ട് ഈ പിതാവ് മാറ്റിവെക്കുന്നു. ഈ കൂട്ടത്തിൽ നിന്ന് ഈ കൊണ്ടുപോയ ഈ ഗൾഫുകാരൻ പ്രവാസി ഒരു ബോക്സ് എടുത്ത് മാറ്റിവെക്കും. ഈ മാറ്റിവെച്ച കൂട്ടത്തിൽ ഈ കുട്ടി, തന്റെ മകൻ ആ ബോക്സ് ഇങ്ങനെ ശ്രദ്ധിച്ചു. അങ്ങനെ എല്ലാ വിതരണങ്ങളും ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, ഞങ്ങൾക്കൊന്നും തരാതെ നിങ്ങൾ ഏതായി മാറ്റിവെച്ച ബോക്സ് എന്താ തുറക്കാത്തതും ചോദിച്ചു. പക്ഷേ വിദേശത്ത് ഉയർന്ന ജോലിയുള്ള, നല്ല ശമ്പളമുള്ള ഈ രക്ഷിതാവ് തന്റെ മകനെയും മകളെയും ഭാര്യയെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന താല്പര്യത്തിൽ നിൽക്കുമ്പോൾ, ഉപ്പയെയും ഉമ്മയെയും അവിടെ ട്രീറ്റ് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ, ഈ ഉപ്പയെയും ഉമ്മയെയും ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, എനിക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നതാണ്, അത് കൊണ്ടുപോകാനുള്ളതാണ്. അതിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ്, നല്ല വില പിടിപ്പുള്ള ബെഡ്ഷീറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഒരുപാട് സാമഗ്രികളുണ്ട്. ഈ ബോക്സ് മാറ്റി വെച്ചപ്പോൾ മകൻ ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ ഏതോ ഒരു വൃദ്ധസദനത്തിൽ പോയിട്ട്
എൻട്രി ഫീ ഒക്കെ കെട്ടി ഇതൊക്കെ കെട്ടി ഡൊണേഷനൊക്കെ കെട്ടിയിട്ട് കുട്ടികളെ സ്കൂൾ ചേർക്കുമ്പോൾ അദ്ദേഹം ഒരു 2 പേർക്കുള്ള അഡ്മിഷൻ തയ്യാറാക്കിയിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് ഒരു ദിവസം ഉപ്പയെയും ഉമ്മയെയും തന്റെ വലിയ കാറിൽ ഇരുത്തിയിട്ട് തന്റെ മകളെയും മകനെയും അതോടൊപ്പം ഭാര്യയെയും ബാക്കിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോയി. സാധനമൊക്കെ ഡിക്കിയിലുണ്ട്. അവിടെ ചെന്ന് ഉപ്പയെയും ഉമ്മയെയും അവിടെ ആക്കിയിട്ട് ഉപ്പ ഞാനിനി ഇൻഷാ അല്ലാഹ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വരും, ഞങ്ങൾ ഇങ്ങനെ അടുത്ത ദിവസം ഇങ്ങനെ പോവാണ്, പോണേന്റെ മുമ്പ് നിങ്ങളവിടെ ആക്കിയാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊണ്ടാക്കാനൊന്നും ആളുണ്ടാവില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് പറഞ്ഞു. വിഷയം കഴിഞ്ഞു, തിരിച്ചു വന്നു. വണ്ടിയുടെ ഡിക്കി അദ്ദേഹം സാധാരണ പോലൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ താൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബോക്സ് അപ്പടി അതിൽ തന്നെ ഇരിക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഇതല്ലേ ഞാൻ അങ്ങോട്ടേക്ക് ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് വെച്ച് അവർക്ക് പുതക്കാനും ഇരിക്കാനും മറ്റു സാധനങ്ങളൊക്കെ ഇതിലല്ലേ ഉള്ളത്, എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ച് കൂട്ടത്തിൽ ആ മകൻ എണീറ്റ് ആ മകൻ ഉപ്പാന്റെ അടുത്തേക്ക് വന്നു. ഉപ്പ, അത് ഞാനെടുത്ത് വെച്ചതാ, അത് ഞാനെടുത്ത് വെച്ചതാ. എന്തിനാ നീ എടുത്തു വെച്ചത്? ഞാൻ വലുതാകുമ്പോൾ ഉപ്പ ഇതുപോലെ വയസ്സാകുന്ന സമയത്ത് എനിക്ക് ഉപ്പയെ കൊണ്ടുപോയി അവിടെ ചേർക്കുന്ന സമയത്ത് എനിക്കിനി സാധനം വാങ്ങണ്ടല്ലോ. എനിക്കിനി നോക്കുന്നത് ആലോചിച്ച് നോക്കുന്നു. ശ്രദ്ധിക്കണം. രക്ഷിതാക്കളെ, യുവാക്കളെ ശ്രദ്ധിക്കണം. ഇന്ന് നാം എടുക്കുന്ന തീരുമാനം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അത് മാതാപിതാക്കൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം നാളെ നമ്മളും വയസ്സാകുമെന്ന ബോധം ഉണ്ടാവണം. അല്ലാത്ത പക്ഷം നാം അത് അനുഭവിച്ചേ ഈ ദുനിയാവിൽ നിന്ന് പോകൂ എന്ന് ഗുണപാഠങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ പിൻഗാമികളും ഈ സമകാലിക ലോകത്ത് നമ്മോടൊപ്പം ജീവിക്കുന്ന ഓരോ ചുറ്റുപാടിലും തോളോട് നിൽക്കുന്ന സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും നോക്കിയിട്ട് നമ്മൾ തന്നെ പറയാറില്ലേ, അവൻ ഉപ്പയോടങ്ങനെയാണ് പെരുമാറിയത്, അതിന്റെ തിക്തഫലമാണിതെന്ന്. ഉമ്മയെ അവൻ അങ്ങനെയാണ് പെരുമാറുന്നത്, അതിന്റെ തിക്തഫലമാണെന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണേ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലാക്കട്ടെ. അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ടോ, ചെറുപ്പത്തിൽ മുലയൂട്ടുന്ന സമയത്ത് കഷ്ടപ്പെടുന്ന ഉമ്മയെ നോക്കിയിട്ട് ഇന്നെന്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്തും പ്രസവാനന്തരവും ഉമ്മ ആ ഭാര്യ കഷ്ടപ്പെട്ടതെന്റെ മകന് വേണ്ടി എങ്ങനെയാണെന്ന് കണ്ണുകൊണ്ട് കണ്ട ഭർത്താവേ, നീ നിന്റെ ഉമ്മയും ഇതുപോലൊരു കാലത്ത് ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത സമയത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. സമയം അതിക്രമിച്ചിരിക്കുകയാണ്, ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകിച്ച് നൂർ ഫൈസ് ഉസ്താദ് അവர்களോട് എന്റെ എല്ലാവിധ അന്വേഷണങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാ രോഗവും ശിഫയാക്കട്ടെ. നമ്മുടെയൊക്കെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹമുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സമാധരണീയരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അബ്ദുർ റസാഖ് ഫൈലി അലനല്ലൂർ അവർകൾ അവരുടെ ക്ലാസ് ആയിരുന്നു ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ക്ലാസ് പറഞ്ഞത് അദ്ദേഹത്തിനും കേട്ട നമുക്കൊക്കെ ഉപകാരമുള്ള ഇൽമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും അദ്ദേഹത്തിന്റെ ക്ലാസ് ഒരുപാട് നമ്മുടെ ഈ ക്ലാസ് റൂമിലൂടെ അനുഭവിക്കാൻ, കേൾക്കാൻ, പഠിക്കാൻ ഒക്കെ അല്ലാഹു അവസരം സൃഷ്ടിച്ചു തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്.
ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു ഉസ്താദ് അവർകളെയും അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ മറ്റു ഉസ്താദുമാരൊക്കെ ഉണ്ട്, അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല ഒരു ക്ലാസ്സായിരുന്നു. സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ പ്രവിശാലമായ വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. വിഷയത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇനിയും കടന്നു ചെല്ലേണ്ടതുണ്ട്. സമയത്തിന്റെ കുറവ്, അതാണ് അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചതുപോലെ വളരെ കൂടുതലായിട്ട് പല ഭാഗങ്ങളിലേക്കും ഇനി കടക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, ഇനിയും അദ്ദേഹം ക്ലാസ് റൂമിലൂടെ വന്ന് വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും കടന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ, സർവോപരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഉതകുന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് ക്ലാസ് എടുക്കുമെന്ന് പ്രത്യാശിക്കാം. അതിന് അദ്ദേഹത്തോട് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. സന്തുഷ്ട കുടുംബം നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധമുള്ള ഓരോ നിമിഷവും നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു നിലക്ക് ഈ വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ സാധ്യമല്ല. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും, പിതാവാകാം, മകനാവാം, ഭർത്താവാകാം, ഉപ്പയാവാം, വല്ലിപ്പയാവാം, ആരുമാകാലോ. അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു തലത്തിലല്ലാതെ ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഈ ക്ലാസും ഈ വിഷയവുമായിട്ട് വല്ലാത്ത ബന്ധമാണുള്ളത്. മുഹമ്മദ് നിഷാദൊക്കെ ഉണ്ടല്ലോ, നാട്ടിൽ നിന്നായിരിക്കും അല്ലേ? നമ്മുടെ നാസർ സാഹിബാണ്. ഓക്കെ, ഏതായാലും ശരി. ഞാൻ കൂടുതലൊന്നും അവലോകനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്താദന്മാരെ ആരും കാണാത്തോണ്ട് ഞാൻ ക്ലാസിന്റെ ആദ്യത്തിലുണ്ടായിട്ടില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. ഏതായാലും ശരി, അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. ഒരു വല്ലാത്ത നമ്മളൊക്കെ ആകർഷണീയമായ ഒരു ശൈലിയിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. അനുഭവങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത് തീർച്ചും നമ്മുടെ ബാനർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലോ. നമ്മുടെ പബ്ലിക്കിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു എന്നും അതവർ മനസ്സിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ഈ ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഞാൻ നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്താദ് അവർകളോട് വിനയത്തിന്റെ ഭാഷയിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് അപേക്ഷിക്കാനുള്ളത്, ഇനിയും ഇത്തരം ക്ലാസുകളുമായിട്ട് അവിടുന്ന് വരണം. ഇതിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന, വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് അങ്ങയുടേത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഖത്തറിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് ഫൈളി ക്ലാസ് എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ശരി, കുടുംബം നമുക്കറിയാലോ. കുടുംബം, ഞാൻ അതിന്റെ മറ്റുള്ള വിഷയം ഓക്കെ, ഖത്തറിൽ നിന്നാണ്. അതെ, ഞാൻ അതിന്റെ വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പിതാവെന്ന നിലക്ക് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് വല്ലാതെ ഹൃദയത്തെ നമുക്ക് വല്ലാതെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നൊരു ഒരു അനുഭവത്തിലൂടെയാണല്ലോ. അത് കഥയാണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആ വിഷയത്തിൽ നിന്ന് വൃദ്ധസദനങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പിതാക്കളോടുള്ള ബാധ്യതകൾ, മാതാവിനോടുള്ള കടമകളൊക്കെ വിസ്മരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തിയുണ്ടാകുമ്പോൾ നാം ഒരു പക്ഷേ നമ്മുടെ പിതാക്കളെക്കാളും മാതാക്കളെക്കാളുമൊക്കെ വിദ്യാസമ്പന്നരാകുമ്പോൾ അവരൊക്കെ നമുക്ക് ചെറുതായി തോന്നുന്നു. അവർ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി അധ്വാനിച്ച, നമ്മെ നാമാക്കാൻ വേണ്ടി അവരൊരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്. അവരുടെ സുഖങ്ങളും മറ്റുള്ള സന്തോഷങ്ങളൊക്കെ നമ്മുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്ത് നമ്മെ നാമാക്കി മാറ്റിയപ്പോൾ അവരെ കണ്ടുകൂടാത്ത, അവരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, അവരെ സന്തോഷിപ്പിക്കാത്ത, അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കാത്ത, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാത്ത, അതിനുവേണ്ടി ഒന്നും
ചെയ്യാത്ത മക്കളുടെ കാര്യം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ അവരും ഇനിയൊരു കാലത്ത് ഒരു നാളെയിൽ അവരും പിതാക്കളാകും, അവരും പ്രപിതാക്കളാകും, അവർക്കും പ്രായമാകും, ഇന്നത്തെ യുവത്വമൊക്കെ നശിച്ചു പോകും, ഇന്നത്തെ പ്രതാപങ്ങളൊക്കെയും അസ്തമിക്കും, ഒന്നുണ്ടാകൂല. പ്രായമായ സമയത്ത് അവരുടെ പിതാക്കളോട് അവരേത് രീതിയിലാണോ പെരുമാറിയത് അതിനേക്കാൾ ഉപരി, അതിനേക്കാൾ ശക്തമായ രീതിയിൽ തന്റെ മക്കൾ തന്നോട് പെരുമാറും എന്ന ഒരു തിരിച്ചറിവ് ഈ കഥയിലൂടെ നമുക്കുണ്ടാവണം. ഒരു പക്ഷേ അത്രമാത്രം നാം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾ അതിനേക്കാൾ കൂടുതൽ തിരിച്ച് നമ്മോട് ചെയ്യും. നമുക്കറിയാലോ, മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, കടമകൾ നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ന്യൂനത, ഒരു കുറവ് ഈ ലോകത്ത് നമുക്ക് വരുത്തിയാൽ പല പാവങ്ങളുണ്ട്. ആ പാവങ്ങളുടെ ശിക്ഷ പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചാണ് നൽകാറുള്ളത്. ഒരു പക്ഷേ അല്ലാഹു അവന്റെ മഹ്ലു ഫളൽ കൊണ്ട് ആ പാവങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും, മാപ്പ് ചെയ്തു കൊടുക്കും. പക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ വല്ല കുറവും വരുത്തിയാൽ ഒരിക്കലും അത് പൊറുക്കപ്പെടുകയില്ല, അല്ലാഹു അത് സഹിക്കുകയില്ല, അത് പൊറുക്കുകയില്ല. എന്നു മാത്രമല്ല, ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ഫലങ്ങൾ, അതിന്റെ ശിക്ഷ ഇവിടെ വെച്ച് തന്നെ അത് അനുഭവിക്കേണ്ടി വരും എന്നുകൂടി നമുക്ക് ആ കഥയിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇത് നമ്മൾ ഒരു കഥയായിട്ട് മാത്രം തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അതാണ്. നമുക്കറിയാലോ, ഒരുപാട് തെറ്റുകളുണ്ട് മനുഷ്യന്, അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്, പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാറുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് തോബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു പക്ഷേ പൊറുക്കപ്പെടും. അല്ലെങ്കിലും പല പാവങ്ങളുടെയും ശിക്ഷ പരലോകത്ത് വെച്ചാണ് അള്ളാഹു നൽകുക. പക്ഷേ മാതാപിതാക്കളെ വെറുപ്പിക്കുക, അവരെ കഷ്ടപ്പെടുത്തുക, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ഈ ശിക്ഷ അള്ളാഹു ഈ ലോകത്ത് വെച്ച് തന്നെ അത് അവന് കൊടുത്തിരിക്കും. ഇവിടെ വെച്ച് തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും. അവന്റെ മക്കളിലൂടെ അത് തന്നെ അനുഭവിക്കേണ്ടി വരും. എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ, അത് കിതാബൊന്നും പരതേണ്ട കാര്യമല്ല, അനുഭവങ്ങളിലൂടെ തന്നെ നമുക്കൊക്കെ, എന്നെ കേൾക്കുന്ന പലർക്കും പല കാര്യങ്ങളും ഇതേ സംബന്ധിച്ച് പറയാനുണ്ടാവും. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുകയല്ല. ഒരു സാന്ദർഭികമായിട്ട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ന് നമ്മുടെ യുഎഇയിലെ ഖുതുബ ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് കുടുംബ ബന്ധങ്ങൾ ചേർത്തുന്നതിനെക്കുറിച്ചോ ആ ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വിഷയമായിരുന്നു ഇന്ന് ഇവിടെ ഖതീബുമാർ ഔഖാഫിന്റെ പള്ളികളിലൊക്കെ നിർവഹിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് ഫൈലി അവർകൾ ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. ഇത് രണ്ടും ഒത്തു വന്നതുപോലെ തോന്നുകയാണ്. കുടുംബ ബന്ധങ്ങൾ, കുടുംബവുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ, വസുലുർ റഹ്മ് വളരെ പുണ്യമായതാണെങ്കിൽ ഖത്ഉർ റഹ്മ്, കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്നുള്ളത് വലിയ കുറ്റകരമായ കാര്യമാണ്. അതൊരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, മാതാപിതാക്കളെ പറഞ്ഞ പോലെ തന്നെ, കുടുംബങ്ങളുമായിട്ട്, മറ്റു കുടുംബങ്ങളുമായിട്ടുള്ള പിണക്കവും അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതും ഈ ലോകത്ത് തന്നെ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നല്ല നിലക്കാണെങ്കിലോ, കുടുംബ ബന്ധം ചേർത്ത ആൾക്കാണെങ്കിലോ ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് അവൻ അതിന്റെ ബർക്കത്ത് ലഭിക്കും, അവന്റെ ആയുസ്സിൽ ബർക്കത്തുണ്ടായിരിക്കും, അവന്റെ സമ്പാദ്യങ്ങളിൽ ബർക്കത്തുണ്ടായിരിക്കും, അവന്റെ സന്താനങ്ങളിൽ ബർക്കത്തുണ്ടായിരിക്കും, അവൻ അല്ലാഹു നൽകുന്ന സകലമായ കാര്യത്തിലും അവന് ബർക്കത്തുണ്ടാകും എന്ന് ഹദീസുകൾ കൊണ്ട് തന്നെ ഇന്നത്തെ ഖുതുബ സമ്പന്നമായിരുന്നു. അതുകൂടി ഞാൻ ഓർത്തുപോവുകയാണ്. ഏതായാലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വിവിധങ്ങളായ വിഷയങ്ങൾ, ക്ലിപ്പുകളൊക്കെ ഉണ്ട്. നേരത്തെ അമീർ സാഹിബ് സൂചിപ്പിച്ചിരുന്നു, എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഒരിക്കലൂടെ ഈ ക്ലാസ് റൂമിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് ഫൈലി അവർക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയുടെ വിജ്ഞാനത്തിൽ, ഇൽമിൽ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഇതുപോലെയുള്ള ക്ലാസുകളിലൂടെ ഈ ക്ലാസ് റൂം ധന്യമാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
ശ്രദ്ധിക്കുകയാണ്. പ്രസംഗം ശ്രദ്ധിച്ച് ക്ലാസ് ശ്രദ്ധിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്, നേരിട്ട് ശ്രദ്ധിച്ച ആളുകളുണ്ട്, റേഡിയോ വഴി ശ്രദ്ധിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ എല്ലാവരിൽ നിന്നും ഒരു സൽക്കർമ്മമായിട്ട് ഇത് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും വിജ്ഞാനത്തെ സ്നേഹിച്ച, വിജ്ഞാനത്തെ കേട്ട, പഠിച്ച പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ആരൊക്കെയാണോ ഈ ക്ലാസ് റൂമിനോട് സഹകരിക്കുന്നത്, കേട്ടും അല്ലാതെയും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ കണ്ടില്ല, നാട്ടിൽ നിന്നൊക്കെയാണ് ആളുകൾ, സമയം ഒരുപാടായിട്ടുണ്ടാവും, എന്നിട്ടും നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം താല്പര്യത്തോടുകൂടെ ഈ ക്ലാസ് റൂം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, കുട്ടികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൽമിനെ സ്നേഹിക്കുന്ന, ഇൽമിനെ കേൾക്കുന്ന വിഭാഗത്തിൽ അവരെയും നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വന്യരായ ഉസ്താദന്മാരുണ്ട്, പലരും രോഗികളാണ്, രോഗവുമായി കഴിയുന്നവരാണ്, പലരും വാർദ്ധക്യ സഹജമായ രോഗത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. നമ്മുടെ ഉമറാക്കളിൽ പലരും രോഗികളാണ്. സർവശക്തനായ തമ്പുരാൻ, ഷാഫിയായ കാഫിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദന്മാരുടെ എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി അവർക്കൊക്കെ പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും നേരിന്റെ മാർഗത്തിലൂടെ ഒരുപാട് കാലം നമ്മെ നയിക്കാൻ, നമുക്ക് നേതൃത്വം നൽകാനുള്ള ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് വിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി, അതിന്റെ ആശയാദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ മുസ്ലിംകളായി ജീവിച്ച് മരിക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അണിയറ ശില്പികൾക്ക്, ഇതിനെ വിജ്ഞാനം കൊണ്ട് സമ്പന്നമാക്കുന്നതിൽ ഇതിനുവേണ്ടി ശ്രമിക്കുന്ന പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ ജോലികളിൽ, അവർ ഏർപ്പെടുന്ന മറ്റെല്ലാ കാര്യത്തിലും അല്ലാഹു റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. ഈ ക്ലാസ് റൂമിലെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പക്ഷേ 24 മണിക്കൂറും എന്നോണം ക്ലാസ് റൂമിൽ മാത്രം സജീവമായ സാന്നിധ്യമാകുന്ന, എപ്പോഴും ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴും ഇതിലെ വിജ്ഞാനങ്ങൾ പെറുക്കിയെടുക്കാൻ വേണ്ടി സന്നദ്ധരാകുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ പലരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓരോരുത്തരെയും പലരും ദുആ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിതാവിന് വേണ്ടി, മാതാവിന് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതായാലും ശരി, ആ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു അവരുടെ ഖബർ സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ കവാടം അവരുടെ ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അവരെ എല്ലാവരെയും, ആരൊക്കെയാണോ നമ്മിൽ നിന്ന് മരിച്ചു മണ്ണോട് ചേർന്നിട്ടുള്ളത്, അവരെല്ലാവരെയും നാളെ സ്വർഗീയ രാജ്യത്ത് വെച്ച് കണ്ടുമുട്ടാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ദീനിന്റെ മക്കളാക്കി വളർത്തുമാറാവട്ടെ. ദീനിനുപകരിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മക്കളാക്കട്ടെ. നമ്മളും തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും നേടുന്ന മക്കളായി നമ്മളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ വയസ്സ് സമയത്ത്, വാർദ്ധക്യ സമയത്ത് അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പൂർണ്ണമായ സന്തോഷവും അവരുടെ പൂർണ്ണമായ സംതൃപ്തിയും സമ്പാദിച്ച് അവരുടെ കുരുത്തവും പൊരുത്തവും നേടുന്ന മക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ രണ്ട് ലോകത്തും നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാക്കട്ടെ. മക്കളില്ലാത്ത സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. റഹ്മാനായ തമ്പുരാൻ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്തുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ അനുസരിക്കുകയും, മാതാപിതാക്കളെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിന്റെ മക്കളെ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മുടെ മക്കളിൽ പലരും
പലവിധ പരീക്ഷകൾ അഭിമുഖീകരിക്കുകയാണ്. എല്ലാ പരീക്ഷകളിലും അഭിമാനകരമായ വിജയം കൊടുത്തുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളിങ്ങനെ വളർന്നു വലുതായി അവരോരോ രംഗത്തും ഉന്നതി പ്രാപിക്കുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളുടെ വളർച്ച കണ്ട് ഉയർച്ച കണ്ട് സന്തോഷിക്കുന്ന സൗഭാഗ്യവാന്മാരായ രക്ഷിതാക്കളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് വിജ്ഞാനത്തിന്റെ ഒരുപാട് ഉന്നതമായ മേഖലകൾ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ അവരെയും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട ദീനിന്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മുടെ പ്രസ്ഥാനത്തെയൊക്കെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും നാളെ സ്വർഗീയ രാജ്യത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ചൊരുമിച്ച് കൂടാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ആരെങ്കിലും മൈക്കിൽ വരണം. ബഹുമാനപ്പെട്ട അമീർ നിങ്ങളൂരൊക്കെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം മൈക്കിൽ വരണം എന്ന് അപേക്ഷിക്കുകയാണ്. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാൻ നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بشراكم اليوم إيمان إسلام إحسان مريم ഒത്തുചേരാം നമുക്കീ വഴിത്താരയിൽ ബുശ്റാക്കുമുൽ യൗം ബുശ്റാക്കുമുൽ യൗം ബുശ്റാക്കുമുൽ യൗം ബുശ്റാ തൂബലനാ ഹത്തിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ ഹത്തിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ ഹദബിൽ നമുക്കലിഫെഴുതാം അഹ്ലൻ വസഹ്ല ബുശ്റാക്കുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ ഹത്തിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ ഹത്തിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ് ദീൻ ഇസ്ലാമിൽ ലയിക്കണം ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ് ദീൻ ഇസ്ലാമിൽ ലയിക്കണം ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇഹ്സാനിൽ സർവം വിലയം പ്രാപിച്ചേറ്റി ദറജാ തൂബലനാ ഹത്തിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ ഹത്തിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ അവരാറ് ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ അവരാറ് ചേർന്നു നാളെ സ്വർഗലോകം പുൽകുവാൻ യാ മുജീബ ദഅവതിനാ യാ ജലാലേ തൂബലനാ ഹത്തിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ ഇൽമിൻ മുത്തുമണികൾ വീണുപോയ നിന്ധനം
കൽഗുണർത്തണം. ഈ മിന്നുത്തുമണികൾ വീണുപോയ നിന്ധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽഗുണർത്തണം.